സ്ട്രെങ്തനിങ് അവർ ഫാമിലി ടൈസ്. കുടുംബ ബന്ധങ്ങൾ തകരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞ് തെറിപ്പിച്ചു കളയുന്ന കുടുംബ ബന്ധങ്ങളെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇൻറ്റിമസിയെ ആളുകൾ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം, കുടുംബ ബന്ധം ഊട്ടി ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇൻറ്റിമസി ബിൽഡ് ചെയ്യുക എന്നാണ്. ഉറ്റ ബന്ധം, കൂട്ടുകാർ തമ്മിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി അടുത്ത ബന്ധം. ഒരുപക്ഷെ അകവും പുറവും എല്ലാം അറിയാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരുമിച്ച് കരങ്ങളെ കോർത്തു പിടിച്ചുകൊണ്ട് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ വലിയ ഉറ്റ ബന്ധം, അടുത്ത ബന്ധം, ആ ക്ലോസ്നെസ്, അത് ഊട്ടി ഉറപ്പിക്കുന്നതാണ് സ്ട്രെങ്തനിങ് ഓഫ് ഫാമിലി ടൈസ് എന്ന് പറഞ്ഞാൽ നമുക്കതറിയാം. അതുകൊണ്ട് തന്നെ ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെഫിനിഷൻ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പല ഡെഫിനിഷൻസ് ഉണ്ട്. അതിലൊന്ന്, ഏറ്റവും സിമ്പിളായ ഒന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാം. ഇൻറ്റിമസി ഈസ് ക്ലോസ്നെസ് ബിറ്റ്വീൻ പീപ്പിൾ ഇൻ പേഴ്സണൽ റിലേഷൻഷിപ്പ്. ചില ആളുകൾ അടുത്തു വരുമ്പോൾ, മറ്റുള്ളവർ അടുത്തു വരുമ്പോൾ, ഭാര്യ അടുത്തു വരുമ്പോൾ, ഭർത്താവ് അടുത്തു വരുമ്പോൾ, മക്കൾ അടുത്തു വരുമ്പോൾ ഉള്ളു തുറക്കാൻ ഭയപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ചിലരൊക്കെ എന്നോട് പറഞ്ഞു, സാറേ എല്ലാം പറഞ്ഞാൽ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ടെങ്കിലോ, എല്ലാം തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ അവൾ എനിക്ക് വില തരാതെ വന്നെങ്കിലോ, ഇതാണോ എൻ്റെ ഭർത്താവ് എന്ന് ചിന്തിച്ചെങ്കിലോ. അതുകൊണ്ട് പൊയ്മുഖങ്ങൾ അണിഞ്ഞുകൊണ്ട് പുകമാറ സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കുന്ന ചില ആളുകൾ. കഴിഞ്ഞ ദിവസവും കൗൺസിലിംഗ് വന്ന ഒരാൾ, ഞാൻ അവരുടെ പേരും നാളും ഒന്നും പറയില്ല, അവരെ ഒന്നും അപമാനിക്കാനല്ല, നടക്കുന്നത് എന്താണ് എന്നുള്ളൊരു ക്ലിയർ പിക്ചർ കിട്ടാൻ, ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ്. എന്നോട് ഒരു കപ്പിള് അവരുടെ പ്രശ്നവുമായി പ്രയാസവുമായി വന്നതാണ്. ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് മനസ്സിലായി. അവരുടെ രണ്ടുപേരുടെയും പേരൻസിന്റെ സഹായം കൂടിയേ തീരൂ, കുറെ ഇൻഫർമേഷൻ അവരുടെ നിന്ന് കിട്ടണം എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അനുവദിക്കുമെങ്കിൽ നിങ്ങളുടെ പേരൻസിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, അവരെന്തു പറയുന്നു എന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അന്നേരം ചാടി എഴുന്നേറ്റു അതിലൊരാൾ. എന്നിട്ട് പറഞ്ഞു, സാറേ ലോകത്തിൽ ഒരാൾ അറിയാതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുന്നേ, അച്ഛനും അമ്മയും അറിഞ്ഞാൽ പോയി. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയുന്നത്? സ്വന്തം അച്ഛനും അമ്മയല്ലേ, അവരറിഞ്ഞാൽ അവര് കൈത്താങ്ങൽ തരികയല്ലേ, നമ്മെ സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്യുക. അതൊക്കെ ശരിയാ, സാറ് പറഞ്ഞൊക്കെ ശരിയാ. പക്ഷേ അവരുടെ മുമ്പിൽ എൻ്റെ മുഖം വേറെയാണ്, എൻ്റെ ചിത്രം വേറെയാണ്. എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് അവരറിഞ്ഞാൽ എൻ്റെ ഉള്ള ഇമേജ് പോയി സാറേ. ഞങ്ങളെ കൊണ്ട് തന്നെ പരിഹരിക്കാമെങ്കിൽ പരിഹരിച്ചാൽ മതി, ഇല്ലേ ഞങ്ങളെ വെറുതെ വിട്ടേര്. നോക്കണേ എന്തൊരു പ്രയാസമായെന്നറിയാമോ. പരിഹരിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ കുറെ കൂടെ സമയം എടുക്കേണ്ടി വരും. കാരണം ഇവർ പറയുന്നതല്ല, ഇവരുടെ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ്. അതിനപ്പുറത്ത് മറ്റൊരു ആംഗിളിൽ ഇവരെ കാണുന്ന, ഇവരുടെ പ്രശ്നങ്ങളെ വീക്ഷിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മെ സഹായിക്കാൻ, നമ്മെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ, മോനെ അങ്ങനല്ല, മോളെ ഇങ്ങനല്ല എന്ന് പറഞ്ഞു തരാൻ ഒരു പാസ്റ്റർ ഉണ്ടെങ്കിൽ, ഒരു എൽഡർ ഉണ്ടെങ്കിൽ അത് വലിയൊരു സഹായമാണ്. പക്ഷെ അതിനെ ഭയക്കുന്ന ചില ആളുകൾ, ഉള്ള ഇമേജ് പോയെങ്കിലോ, ഞാൻ കെട്ടിപ്പടുത്ത ഈ ഒരു പ്രത്യേക ഇമേജ് അതിന് കോട്ടം തട്ടിയെങ്കിലോ. അതുകൊണ്ട് തന്നെ ഇന്ന് ആ ചിന്തയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭാരപ്പെടണ്ട, നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എങ്കിലും ചില കാര്യങ്ങൾ, സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ ഓർപ്പിക്കാം. ഇന്റിമസിയെ കുറിച്ച് പറയുമ്പം, ഇറ്റ്സ് വാട്ട് ബിൽഡ്സ് ഓവർ ടൈം ആസ് യു കണക്ട് വിത്ത് സമ്മൺ. ഒരാളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ സ്ഥാപിക്കാൻ കഴിയുന്നതല്ല. ഈ പ്രണയിക്കുന്ന ചെറുപ്പക്കാർക്കൊരു വിചാരമുണ്ട്, 5 ദിവസം മുമ്പ് കണ്ടാലും മതി. അവർ പറയും, സാറേ ഞങ്ങൾ കട്ട ഫ്രണ്ട്സ് ആയിരുന്നു, ഇപ്പൊ കട്ട പ്രണയത്തിലാ, എനിക്കെല്ലാം അറിയാം, അവനെല്ലാം എന്നോട് പറയുമെങ്കിലേ എല്ലാം പറയും, അവൻ പറയാത്തതൊന്നുമില്ല. പക്ഷെ കെട്ട് കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ അവരെ തന്നെ വന്നിട്ട് പറയും, സാറേ ഞാൻ കണ്ട ആളല്ല സാറേ, ഇവൻ എന്നോട് പറഞ്ഞ മുഴുവൻ കള്ളവാ, കുറെയൊക്കെ സത്യം പറഞ്ഞു, ബാക്കിയൊക്കെ അവൻ മറച്ചു വെച്ചു, ഞാൻ കാണാത്ത പല മുഖങ്ങളും പിന്നീട് ഞാൻ കണ്ടു എന്ന് പറയുന്ന വളരെയധികം ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് വ്യക്തികൾ കണക്റ്റഡ് ആയി കഴിയുമ്പോൾ ഓരോ ദിവസവും പണിതെടുത്തുകൊണ്ടിരിക്കുന്ന, ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്റിമസി വളർന്നുകൊണ്ടിരിക്കേണ്ട ഒന്നാണ്. അതിനെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് പ്രയാസമാണ്. അപ്പൊ അതെങ്ങനെയാണ് സ്ട്രെങ്തൻ ചെയ്യേണ്ടത്? ഇന്ന് അതാണ് കേൾക്കാൻ പോണത്. ഗ്രോ ടു കെയർ അബൌട്ട് ഈച്ച് അതർ ആൻഡ് ഫീൽ മോർ ആൻഡ് മോർ കംഫർട്ടബിൾ ഡ്യൂറിങ് യോർ ടൈം ടുഗെദർ. നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയി തോന്നുന്ന രീതിയിലുള്ള ബന്ധം അടുത്തടുത്ത് വളർന്ന് മുകളിലേക്ക് വരുന്നതാണ്. എല്ലാം തുറന്നു പറയുമ്പോൾ ഒരു ടെൻഷനുമില്ല. എൻ്റെ ജീവിതത്തിന്റെ അകവും പുറവും ഞാൻ തുറന്ന് എൻ്റെ ഭാര്യയുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഒരു പേടിയുമില്ല, മറിച്ച് എനിക്ക് സന്തോഷമാണ്. കാരണം എന്നെ അകവും പുറവും അറിയുന്ന ഒരാളെങ്കിലും ഈ ദുനിയാവിലുണ്ടല്ലോ, ഈ ലോകത്തിലുണ്ടല്ലോ. എനിക്ക് എന്തെങ്കിലും ഭവിച്ചാൽ സത്യം മനസ്സിലാക്കുന്ന, ഞാൻ ആരെന്നറിയുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് ആനന്ദിക്കാൻ, ആശ്വസിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. അതിന് കഴിയാതെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ക്ലോസ്നെസ്. ഞാൻ ഇവിടെ ഒരു ചെറിയ ഒരു വ്യത്യാസം ഒന്ന് പറയട്ടെ.
ഇന്റിമസി അതിൻ്റെ 100% ഫുൾനെസ്സിൽ എൻജോയ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഫിസിക്കൽ ഇന്റിമസിയും കൂടെ ഇൻക്ലൂഡഡ് ആണ്. എങ്കിൽ മാത്രമേ ആ ഇന്റിമസി 100% നമുക്ക് അനുഭവിക്കാൻ, ആസ്വദിക്കാൻ കഴിയൂ. അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഞാൻ ആ ഭാഗം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ മേഖലകളിലും, കാരണം പലതരം ഇന്റിമസീസ് ഉണ്ട് നമുക്കറിയാം. സ്പിരിച്വൽ ഇന്റിമസി ഉണ്ട്, ഫിസിക്കൽ ഇന്റിമസി ഉണ്ട്, ഇമോഷണൽ ഇന്റിമസി ഉണ്ട്, ഒത്തിരി ഇന്റിമസീസ് ഉണ്ട്. അപ്പൊ ഈ ഫിസിക്കൽ ഇന്റിമസി ഒഴിച്ച് ബാക്കി എല്ലാം അതിന്റെ ഏറ്റവും ക്ലൈമാക്സിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയും. മറ്റെവിടെയും അനുഭവിക്കുന്നതിനേക്കാൾ അനുഭവിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ കോവിഡ് സമയത്ത് ദൈവം നമുക്ക് ഒത്തിരി സമയം തന്നിട്ടുണ്ട് ഒരുമിച്ചിരിക്കാൻ. വെളിയിൽ പോകുന്നതൊക്കെ പലപ്പോഴും ഇപ്പം ബുദ്ധിമുട്ടായി വന്നു, കാരണം പോകാൻ നിവൃത്തിയില്ലാതെ അകത്ത് കയറിയതാണ്. ഇപ്പോൾ ഒരുങ്ങി ഇറങ്ങി വെളിയിലേക്ക് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടാണ്. അകത്തിരിക്കുന്നത് തന്നെയാണ് സുഖം, സന്തോഷം എന്ന് ചിന്തിച്ചു തുടങ്ങി. നല്ല കാര്യമാണ്. പക്ഷെ അകത്ത് കൂടുതൽ സമയം ഇരിക്കുമ്പോഴും ബുദ്ധിമുട്ടാണെങ്കിൽ അതൊരു വലിയ പ്രയാസമാണ്. ഒന്ന് നോക്കിക്കേ, വൈഫ് ഓഫ് യെസ്റ്റർഡേ, ഇന്നലകളിലെ വൈഫിനെ കുറിച്ച്, കുടുംബജീവിതത്തെ കുറിച്ച് ഒരു ചിത്രകാരൻ. കുറച്ച് പഴയ പടമാണ്, ഞാൻ അത് നല്ലൊരു ആശയമുള്ളത് കൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്. ഭർത്താവ് പറഞ്ഞാൽ പിന്നെ മറുവായില്ല. എടി എന്ന് വിളിച്ചാൽ എല്ലാവരും ഇങ്ങനെ ഓച്ചാനിച്ച് നിന്നിരുന്ന ഒരു കാലമുണ്ട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? എക്സ്ക്യൂസ് മീ. അപ്പൻ പറഞ്ഞാൽ പിന്നെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. രാജാവായി ഭർത്താവ് വാണിരുന്ന ഒരു കാലഘട്ടം. വൈഫ് ഓഫ് ടുഡേ, ഇന്നത്തെ കുടുംബജീവിതത്തെക്കുറിച്ച് അതേ ചിത്രകാരൻ വരച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. നോക്കിക്കേ, ആ പ്ലേറ്റ് ഒക്കെ പറക്കുന്നത്, ഗ്ലാസ് ഒക്കെ പറക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. ഇരിക്കുന്നത് ആരാണെന്നും നിൽക്കുന്നത് ആരാണെന്നും നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ടാവും. എന്താണോ ഇങ്ങനെ എന്ന് ചോദിക്കാൻ തൻ്റെ ഇടമുള്ള സ്ത്രീകൾ. സ്ത്രീ ശാക്തീകരണം അതിന് കാരണമായിട്ടുണ്ടാവാം. ഫെമിനിസം ഒരുപക്ഷെ, എനിക്കറിയില്ല, പലതുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം അറിയാം, ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത. എന്താണെങ്കിലും നാളെ ഇങ്ങനെയാകുമെന്നാണ് ചിത്രകാരൻ പറയുന്നത്. വൈഫ് ഓഫ് ഫ്യൂച്ചർ. ഒരുപക്ഷെ ഇന്ന് അങ്ങനെയായി എന്ന് പറയുന്നതാണ് ശരി. തലയെക്കെട്ടുമൊക്കെ കെട്ടി, അരയ്ക്ക് തുണിയൊക്കെ കെട്ടി പോകുന്ന ആരാ നോക്കിക്കുക, പുക വലിക്കുന്നത് ആരാന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. ഇന്നിപ്പോ അങ്ങനെയാ. പലരും ചോദിക്കും, അടുക്കള കയറി ഭർത്താവ് കട്ടൻ കാപ്പി ഇട്ടാ എന്താ കാപ്പി ആവില്ലേ? അത് ചോദിച്ചു തുടങ്ങിയതാണ്. ഇപ്പൊ ഭർത്താവ് എല്ലാ ദിവസവും കുക്ക് ചെയ്താൽ എന്താ ടേസ്റ്റ് കുറയുമോ? എനിക്ക് ആ ടേസ്റ്റ് മതി, നിങ്ങൾ പോയി കുക്ക് ചെയ്തിട്ട് വാ മനുഷ്യ എന്ന് പറയുന്ന രീതിയിൽ. അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. ഭാര്യയെ സഹായിക്കാൻ അടുക്കള കയറിയാൽ അവൻ പെങ്കോന്തനൊന്നുമല്ല. അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. എന്നാൽ കാലം മാറി വരുന്നത്, കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാറി വരുന്നത് ഒരുപക്ഷെ ഭയാനകമായ രീതിയിൽ നാം നോക്കിക്കാണേണ്ട ഒരു കാലഘട്ടത്തിലാണ്. വളരെ പെട്ടെന്ന് ഞാൻ അതിൻ്റെ കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു. ഈ ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നിങ്ങളുടെ മൈക്ക് ഒന്ന് ഓൺ ചെയ്തിട്ട് എന്ത് കാണുന്നു എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഞാൻ ചിലരുടെയൊക്കെ മുഖം കാണുന്നുണ്ട് ക്യാമറയിൽ. എല്ലാവരുടെയും മുഖം എനിക്ക് ഒരുപോലെ കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലാകും. എങ്കിലും വാട്ട് യു സീ ദേ? എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ പറ്റുമോ? Good and evil. Good and evil, very good. Can you see a third word hidden in that picture? മൂന്നാമത് ഒരു വാക്കൂടെ അതിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. അതുകൂടെ കാണാൻ പറ്റുമോ? എങ്കിൽ എളുപ്പമായി. ഗുഡ് ഉണ്ട്, ഓഫ് കോഴ്സ്. ഈവിൾ ഉണ്ട്. എന്നെ കാണുന്ന പിള്ളേരുണ്ടെങ്കിൽ ചിലപ്പം വേഗം അവർക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒരു കണ്ണടച്ചോ, രണ്ട് കണ്ണടച്ചോ, ഒന്ന് പാളിയോ ഒക്കെ നോക്കിക്കോ, എങ്ങനെ വേണേ നോക്കിക്കോ. എങ്ങനെ ഇരുന്നാലാ കാണാൻ പറ്റുന്നത്? സമയം ഒട്ടും കളയാതെ പെട്ടെന്ന് നോക്കി പറയാമെങ്കിൽ നമുക്ക് അത്രയും സമയം സേവ് ചെയ്യാം. ഗുഡ് ഉണ്ട്, ഈവിൾ ഉണ്ട്. കൺഗ്രാജുലേഷൻസ്, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഫസ്റ്റ് ആൻസർ. ഇതിനകത്ത് നിങ്ങൾ പിറകിൽ നിന്ന് മുന്നോട്ടൊന്ന് വായിച്ചു നോക്കിയാൽ ആ തേർഡ് വേർഡ് കാണാനായിട്ട് പറ്റും. കണ്ടോ? താങ്ക് യു. മൂന്നാമത്തെ വാക്ക് കണ്ടുപിടിച്ചോ? LIVE, ലിവ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഗുഡും ഈവിളും നിറഞ്ഞ ലോകത്തിൽ ഫലകരമായി, വിജയകരമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ വലിയ ദൗത്യം, നമ്മുടെ വലിയ നിയോഗം. അതാണ്. അപ്പം ഒരു ഭാഗത്ത് തിന്മയുണ്ട്, തകരുന്ന കുടുംബങ്ങളുണ്ട്, അതിനകത്ത് അപസ്വരങ്ങളുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഒത്തിരി നന്മകളുണ്ട്. ഈ നന്മകളെല്ലാം കുത്തി നിറച്ചാണ് ദൈവം നമ്മെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയാക്കിയത്. ഒരുപക്ഷെ ഭർത്താവ് ചിന്തിക്കുന്നത് പോലെ ആവില്ല ഭാര്യ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആവില്ല നിങ്ങളുടെ മക്കൾ ചിന്തിക്കുന്നത്. വേണമെന്നില്ല. ആ ഡിഫറൻസസ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി. നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ എവിടെയാണ് തകരാറ്? ഇന്റിമസിയെ ഭയക്കുന്ന എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടാണ് നമ്മുടെ ഫാമിലി ടൈ വീക്കായി ഓരോ ദിവസവും വരുന്നത്? എന്തുകൊണ്ടാണ് അത് സ്ട്രെങ്തൻ ചെയ്യേണ്ടി വരുന്നത്? ഞാൻ വളരെ പെട്ടെന്ന് 1-2 സ്ലൈഡ് നിങ്ങളെ കാണിക്കാം. നിങ്ങൾ നോക്കിക്കേ, വാട്ട് ഈസ് മാരേജ് എന്ന് ചോദിച്ചാൽ പല ആളുകളും പറയുന്നതിൽ ഇത് 3 പ്രഗത്ഭരായ സ്ത്രീ രത്നങ്ങൾ, വനിതാ രത്നങ്ങൾ പറഞ്ഞ അവരുടെ വാക്കുകളാണ്. ഞാൻ അവരുടെ പേരും നാളും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നെറ്റിൽ പരതിയാൽ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഒരു മഹിള പറയുന്നത് ഇങ്ങനെയാണ്: മാരേജ് ഈസ് ആൻ ഔട്ട്ഡേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അവർ പറയും ഇത് കാലഹരണപ്പെട്ട ഒരു പരിപാടിയാ. ഇപ്പൊ കോഹാബിറ്റേഷൻ പോരെ, ലിവിങ് ടുഗെദർ പോരെ, കെട്ടിക്കഴിഞ്ഞാൽ അതൊരു ബന്ധനമായി മാറാൻ സാധ്യതയുണ്ട്. തോന്നുമ്പോൾ ഇട്ടേച്ചു പോകാൻ കഴിയില്ല, മരണം വേർപിരിക്കുന്നത് വരെ. അങ്ങനല്ലേ നമ്മൾ ദൈവസന്നിധിയിൽ കരാറെടുക്കുന്നത്, ദൈവസന്നിധിയിൽ ഉറപ്പ് കൊടുക്കുന്നത്. സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഈ ബന്ധം കാത്തു സൂക്ഷിച്ചു കൊള്ളാമെന്ന് ഉറപ്പ് കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് വെച്ച് എളുപ്പത്തിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. ദൈവത്തിന്റെ മുമ്പിൽ, ദൈവസഭയുടെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ നാം എടുക്കുന്ന ഉടമ്പടി അങ്ങനെയാണ്. മരണം വേർപിരിക്കുന്നത് വരെ ഞാൻ ഭാര്യ ഭർത്തൃബന്ധത്തിൽ നിന്നുകൊള്ളാം, ഉടമ്പടി പാലിച്ചു കൊള്ളാം. ചില ആളുകൾ പറഞ്ഞിങ്ങനെയാണ്: മാരേജ് ഈസ് ലൈക്ക് ചേഞ്ചിങ് എ പെയർ ഓഫ് ജീൻസ്. ഒരു പക്ഷേ ജീൻസ് എന്ന് പറഞ്ഞ നന്നായി, പാൻസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രശ്നമായനെ. ജീൻസ് നമ്മുടെ പിള്ളേർ ചിലപ്പോൾ 1 മാസം 2 മാസമൊക്കെ നരച്ച് വന്നാലും സ്പ്രേ അടിച്ച് അലക്കാതെയൊക്കെ ഇടാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എപ്പോൾ മാറണമെന്ന് തോന്നുന്നു അന്നേരം മാറാനുള്ള അനുവാദമുണ്ട്. വസ്ത്രം മാറുന്നത് പോലെ, ദിവസവും കുളി കഴിഞ്ഞ് തുണി മാറുന്നത് പോലെ മാറേണ്ട ഒന്നാണ് കുടുംബജീവിതത്തിലെ ലൈഫ് പാർട്ട്ണർ എന്ന് ചിന്തിക്കുന്ന, പഠിപ്പിക്കുന്ന പ്രഗത്ഭരായ ആളുകളുണ്ട് എന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തൊണ്ട കീറി സംസാരിച്ചാലും അലറി സംസാരിച്ചാലും അത് കേൾക്കുന്നതിനേക്കാൾ എത്രയോ ക്ലിയർ ആയി നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സെലിബ്രിറ്റീസ് പറയുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ട്. മൂന്നാമതൊരു സെലിബ്രിറ്റി പറയുന്നത് ഇങ്ങനെയാണ്: റൈസ് ഇൻ ഡിവോഴ്സ് ഈസ് എ ഹെൽതി സൈൻ. നെറ്റിൽ കയറി അവരുടെ സൈറ്റിലൊന്ന് പോയി കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന്റെ എണ്ണം കൂടുന്നത്, ഡിവോഴ്സിന്റെ എണ്ണം കൂടുന്നത് ആരോഗ്യപരമായ ഒരു ലക്ഷണമാണ് എന്ന് ചിന്തിച്ചു തുടങ്ങി പല ആളുകളും. ഒരുപക്ഷെ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടവരെ കെട്ടിയെങ്കിലേ ജീവിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ കെട്ടുന്നവരെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും. അതിന് ബുദ്ധിമുട്ടാൻ തയ്യാറല്ല. അതുകൊണ്ട് 1 മാസമെങ്കിലും പരിചയപ്പെട്ട് എനിക്ക് കൊള്ളാം, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് എനിക്ക് മാത്രം ഉറപ്പുള്ള അത് 5ാം ക്ലാസ് തൊട്ട് ആ പ്രവണത നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് മാരേജിനെ കുറിച്ചുള്ള ആ പെർസെപ്ഷൻ മാറി വരികയാണ്. മാരേജിന്റെ ഡെഫിനിഷൻ ആളുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. പക്ഷേ വാട്ട് ഈസ് മാരേജ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ മലാഖി 2:14 അനുസരിച്ച് ഇങ്ങനെയാണ് ബൈബിൾ പറയുന്ന അനുസരിച്ച്: മാരേജ് ഈസ് എ ഹോളി കവനന്റ്. ഇതൊരു വിശുദ്ധ ഉടമ്പടിയാണ്. ദൈവത്തിന്റെ മുമ്പിൽ മരണം വേർപിരിക്കുന്നത് വരെ ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ എടുക്കുന്ന ഉടമ്പടിയാണ്. അതിന് സാക്ഷികളായി സഭയുണ്ട്, സമൂഹമുണ്ട്, കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുണ്ട്, സ്നേഹിതരുണ്ട്, 100 കണക്കിന് ആളുകളുണ്ട്. ഇന്ന് ആളുകളുടെ എണ്ണം കല്യാണ ശുശ്രൂഷകളിൽ കുറഞ്ഞെങ്കിലും സാക്ഷികളുണ്ട്, നമുക്കറിയാം. കുറച്ചുകൂടെ ക്ലിയർ ആയി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡെഫിനിഷനാണ് ജോൺ സ്റ്റോട്ടിന്റെ ഈ ഡെഫിനിഷൻ. മാരേജ് ഈസ് എ ലൈഫ് ലോങ് ലവിങ് മോണോഗമസ് ആൻഡ് ഹെറ്ററോസെക്ഷൽ കമ്മിറ്റ്മെന്റ്. ഇതെല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ്. താലിച്ചരടല്ല നമ്മെ ആ ബന്ധത്തിലേക്ക് നയിക്കുന്നത്, സ്നേഹത്തിന്റെ ചരടാണ്, സ്നേഹത്തിന്റെ ചങ്ങലയാണ്. ജീവപര്യന്തം നിലനിൽക്കുന്ന സ്നേഹ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ഒരു ബന്ധം. അത് മോണോഗമസ് ആണ്, ഹെറ്ററോസെക്ഷൽ ആണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ, അല്ലെ ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിർവൃതി കണ്ടെത്തേണ്ട, ദൈവഹിതം കണ്ടെത്തേണ്ട, കുടുംബജീവിതം കെട്ടിപ്പടുക്കേണ്ട, പുരുഷനും സ്ത്രീയും തമ്മിൽ വേണ്ട. അത് എടുത്തു പറയേണ്ടത്. കാരണം ഇന്ന് ഗേ മാരേജസും ലെസ്ബിയൻ മാരേജസും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എനിക്കറിയാവുന്ന 2-3 അങ്ങനെയുള്ള ഫാമിലീസ് ഉണ്ട്. ചില ആളുകൾ അവർ കൗൺസിലിങ്ങിന് വന്നിട്ട് അവർ പറയുന്ന പലതും നമുക്ക് വിചിത്രമായിട്ട് തോന്നും. ചിലതൊക്കെ അവരുടെ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ അവരുടെ കൺസേൺസ് ഒക്കെ. ഞാൻ അത് വിടുകയാണ്. അവർക്കും ജീവിക്കാൻ അനുവാദമുണ്ടല്ലോ, അവർ സന്തോഷമായി ജീവിക്കുന്നെങ്കിൽ ആകട്ടെ. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇത് നാം മനസ്സിലാക്കുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഗറിലയും ചിമ്പാൻസിയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നാടൻ കുരങ്ങിനെയും കണ്ടിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നത് ഗറിലയും മനുഷ്യനുമായി 97.5% സിമിലാരിറ്റി ഉണ്ട്. ചിമ്പാൻസിയും നമ്മളുമായിട്ട് 98.4%. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 98% ഞാനും കുരങ്ങനും ഒക്കെ, മൃഗമൊക്കെ ഒരുപോലെ. ദേഷ്യം വരുമ്പം കുരങ്ങെന്ന് വിളിക്കാനുള്ള അനുവാദം തരികയല്ല ഞാൻ കേട്ടോ. മൃഗത്തിന്റെ അതേ സ്വഭാവം നമ്മിലൊക്കെ ഉണ്ട് 98%.
വേറെ ഒരു രീതിയിൽ പറഞ്ഞാൽ 2% മാത്രമേ നമ്മളിലൊക്കെ മനുഷ്യപ്പറ്റുള്ളൂ. അതുകൊണ്ടാണ് സൗമ്യയെ കൊല്ലാനായിട്ട്, റേപ്പ് ചെയ്ത് നശിപ്പിക്കാനായിട്ട് ഒന്നരക്കൈയും ഗോവിന്ദച്ചാമിക്ക് കഴിഞ്ഞത്. ഒരു കുറ്റബോധവുമില്ല. അവനെ വെളിയിലിറക്കി. ഇന്നിപ്പോ സിനിമാ താരത്തെ പോലെ കണ്ടാൽ പരമയോഗ്യനായി മാറി. അപ്പൊ അങ്ങനെയൊക്കെ ഒരാൾ വരുന്നതിനുള്ള അസൂയ കൊണ്ട് പറയുന്നതല്ല. അങ്ങനെ ഒരു ക്രൂരത പ്രവർത്തിക്കാൻ കഴിയുന്ന മൃഗഭാവം നമ്മിലൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും അങ്ങനെ ആയി മാറാറില്ലേ? അതുകൊണ്ടാണ് ഭാര്യ പറയുന്നത്, നിങ്ങൾ എന്താ മനുഷ്യ, സ്റ്റേജിൽ കയറുമ്പോൾ ഒരു മുഖം, വീട്ടിൽ വരും വേറൊരു മുഖം, നിങ്ങൾ അവിടെ പള്ളിയിൽ തന്നെ ഇരുന്നോ, സഭയിൽ തന്നെ ഇരുന്നോ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ നമ്മിലെ മൃഗഭാവം കണ്ടതുകൊണ്ടാകാം. അതുകൊണ്ട് ഇന്നത്തെ ചലഞ്ച് എന്താന്ന് ചോദിച്ചാൽ, ഈ 2% ഉപയോഗിച്ച്, ഈ 2% ദൈവകൃപ ഉപയോഗിച്ച് നമ്മുടെ ബന്ധം കെട്ടിപ്പടുക്കാനായിട്ട് കഴിയണം. ഇറ്റ്സ് എ ഗ്രേറ്റ് ചലഞ്ച്. 98 നമുക്ക് എതിരാ. നമ്മൾ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ കഴിയുന്നില്ല. ഇച്ഛിക്കാത്ത തിന്മ വരുന്ന ഒരു പ്രത്യേക സ്വഭാവം നമ്മിലുണ്ട്. എത്ര രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും സാധാരണ മനുഷ്യന്റെ പരിമിതികൾ നിറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കാര്യം കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഞാൻ ഈ ചിത്രം കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കട്ടെ. നേരത്തെ എന്നെ സഹായിച്ചവരിൽ ആരെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്ത് കാണുന്നു എന്ന് ഒറ്റ വാക്കിൽ പെട്ടെന്നൊന്ന് പറയാമോ? വാട്ട് ഡു യു സീ ദർ? എന്ത് കണ്ടാലും നിങ്ങൾക്ക് പറയാം. നിങ്ങൾ കാണുന്നതൊക്കെ പറയാം. എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് നിങ്ങൾ കാണണമെന്നില്ല. നിങ്ങളുടെ വീട്ടിൽ തന്നെ അടുത്തിരിക്കുന്നവർ കാണുന്നത് നിങ്ങൾ കാണണമെന്നില്ല. നിങ്ങൾ കാണുന്നത് എന്താണെന്ന് പറയാം. അമ്മയുടെ ഉദരത്തിലുള്ള ഒരു ശിശു. അമ്മയുടെ ഉദരത്തിലുള്ള ഒരു ശിശു. വെരി ഗുഡ്. വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ആ ശിശുവിനെ കണ്ട വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരു സമുദ്രത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ജോഡി, ഒരു കപ്പിളുണ്ടാ? ആ സമുദ്രത്തിലേക്ക് അല്ലെങ്കിൽ ആ പുഴയിലേക്ക് എന്തു ആയിക്കോട്ടെ, വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ജോഡി, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ട്. കണ്ടു. പിന്നെ മരം കാണാം, മറ്റതെല്ലാം കാണാമല്ലോ. അപ്പൊ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ കുട്ടിയെ, ആ കുട്ടിയെ കണ്ട എത്ര പേരുണ്ട്? വൃക്ഷം കാണുന്നുണ്ട്, എല്ലാം ഉണ്ട്. വെരി ഗുഡ്. അതൊക്കെ ഒരു സാധാരണ മനുഷ്യന് കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾ കാണേണ്ടത്, ആദ്യം തന്നെ കണ്ടു, എന്റെ അഭിനന്ദനം, ഗർഭത്തിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ ചില ആളുകൾക്കെങ്കിലും കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇത് കുഞ്ഞിന്റെ ഏത് ഭാഗമാണെന്ന് പറയാമോ? ഞാൻ ആ കഴ്സർ വെച്ചിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ കഴ്സർ അനങ്ങുന്ന കാണുന്നുണ്ടോ? ഇല്ല, ഇല്ല, കുഴപ്പമില്ല. ഒരു സൈഡിൽ ആ കുഞ്ഞിന്റെ തല നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മറ്റേ സൈഡിൽ ആ കപ്പിള് നിൽക്കുന്നതിന്റെ നേരെ മോളിൽ കുഞ്ഞിന്റെ കാലുകൾ മടക്കി മുകളിലേക്ക് പൊക്കിയിരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോഴോ എന്ത് പറ്റി? തന്നെ മ്യൂട്ടായല്ലോ. ഇപ്പൊ കേൾക്കാമല്ലോ. ഓക്കെ, വളരെ പെട്ടെന്ന് മുന്നോട്ട് പോവാം. അപ്പൊ ഈ കുഞ്ഞിനെ കണ്ട് ഒരു പക്ഷേ മറ്റാളുകളൊക്കെ നോക്കിയാൽ ആ മരം കാണും, വെള്ളം കാണും, അതിനപ്പുറത്ത് തുരുത്ത് കാണും, വലിയ കാട് പിടിച്ച് കിടക്കുന്ന ഒക്കെ കാണും. പക്ഷേ ആ ജീവൻ തുടിക്കുന്ന ആ കുഞ്ഞിനെ കാണാൻ ആർക്കെങ്കിലും കഴിയാതെ വരുന്നുണ്ടെങ്കിൽ, കാണേണ്ടത് കാണാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുടുംബജീവിതത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് എന്തെന്ന് കാണാൻ കണ്ണുണ്ടെങ്കിൽ, അത് കാണാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ആ ഉയരങ്ങളിലേക്ക് നമുക്ക് പറന്നുയരാനായിട്ട് കഴിയും. അതിന് 4 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ആ 4 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറയാം. ഒന്ന്, നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്, കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. നോക്കിക്കേ, തലയണ വെച്ച് ചെവി പൊത്തിയിട്ട് നീ ഒന്നും മിണ്ടാതിരിക്കടി എന്ന് പറയുന്ന ലെവലിലേക്ക് പോലും കമ്മ്യൂണിക്കേഷൻ മാറാൻ സാധ്യതയുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തിരുവചനപ്രകാരം നമുക്കറിയാം, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. പക്ഷേ നാവിന് നീളം കൊടുത്തപ്പോൾ ഒരു കൂട്ടർക്ക് നാവിന് ഒരു അല്പം നീളം കൂടുതൽ. അല്പം എന്ന് പറഞ്ഞാൽ ചിലർ എന്നോട് പിണങ്ങും, അല്പം അല്ല, നല്ല നീളക്കൂടുതലാണ്. ഞാൻ അതിന്റെ ആ ഒരു കണക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, ആണുങ്ങൾ അല്ലെ പുരുഷന്മാർ 7000 വാക്കുകൾ സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ സംസാര ശേഷി, മിനിമം ടോക്കിംഗ് കപ്പാസിറ്റി ആണ് 21,000 ആണ്. അപ്പോൾ നോക്കിക്കേ, 1:3. ഒരു വാക്ക് പുരുഷൻ പറയുമ്പോൾ, ചില സ്ത്രീകൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് അത്രയും നാവിന് നീളം തന്നേക്കുന്നത്, ഒന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെവി കയറത്തില്ല, ngേ 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 എന്ന് കേൾക്കാതെ വരും. അതുകൊണ്ട് ദൈവം കരുതി കൂട്ടിയാ ഞങ്ങൾക്ക്, അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പറയും, എങ്കിലേ അദ്ദേഹത്തിന്റെ തലേ കയറൂ എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷെ ഇത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ചെറുപ്പക്കാരോട് ചോദിച്ചാൽ, പ്രണയിക്കുന്ന സമയത്ത്, ഒരുമിച്ച് സ്കൂളിൽ ഇരുന്ന് പഠിച്ചിട്ട് വീട്ടിൽ വന്നാലും ഈ വാക്ക് കേൾക്കാൻ, ആ ശബ്ദം കേൾക്കാൻ കൊതിച്ച് രാത്രി മുഴുവൻ ചാറ്റാണ്. എന്തെല്ലാം പ്രശ്നങ്ങളിലേക്കാണ് പിള്ളേർ അറിയാതെ വഴുതി വീരുന്നത്.
പഠിക്കുകയാണെന്നാ മാതാപിതാക്കളോട് പറയുന്നത്. ആ ശബ്ദം കേൾക്കാൻ എത്ര സംസാരിച്ചാലും അത് കേൾക്കാൻ കൊതിയാണ്, കാതോർത്തു നിൽക്കുകയാണ്. പക്ഷേ വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ അതിനുള്ള കൊതി, താല്പര്യം ക്രമേണ കുറഞ്ഞു 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 വരുന്നു. അതിന്റെ അർത്ഥം ഇന്റിമസി കുറഞ്ഞു 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 വരുന്നു. ഇതൊരു ബോറടിയായി മാറും. നീ ഒന്ന് നിർത്ത്. പക്ഷെ ഫോൺ എടുത്ത് ഒരുപക്ഷെ മറ്റു സ്ത്രീകളോടോ മറ്റു പുരുഷന്മാരോടോ വാതോരാതെ സംസാരിക്കാൻ നമുക്ക് കഴിയുന്നുമുണ്ട്. അപ്പൊ എവിടെയോ പ്രശ്നമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇത് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കാൻ ഒരു സജഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. TA പഠിച്ചിട്ടുള്ള ചിലരെങ്കിലും കാണും, ട്രാൻസാക്ഷണൽ അനാലിസിസ് പഠിച്ചിട്ടുള്ള ചിലരെങ്കിലും കാണും. അവർക്ക് ഞാൻ പറയുന്നത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. എല്ലാ മനുഷ്യരിലും 3 ഈഗോ സ്റ്റേറ്റ്സ് ആണുള്ളത്. 1 ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്, 2 ഒരു പേരന്റ് ഈഗോ സ്റ്റേറ്റ്, 3 ഒരു അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്. നമുക്കറിയാം, ഒന്നുകിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കുട്ടിയെ പോലെ സംസാരിക്കും. കുട്ടികളോട് സംസാരിക്കുമ്പോൾ മാത്രമല്ല, കുട്ടികളോട് സംസാരിക്കുമ്പോൾ അത് വേണം, അതുള്ളതാണ് നല്ലത്, അതുണ്ട് പലർക്കും. എന്നാൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലും ചിലപ്പോൾ നമ്മൾ തമാശ പറയുന്ന പോലെ, കുട്ടികൾ പറയുന്നത് പോലെ പറയും. അപ്പൊ കുട്ടിയുടെ ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ടാണ് ഭാര്യയോ ഭർത്താവോ നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ, അല്ല നിങ്ങളുടെ കുട്ടികൾ അതേ ഈഗോ സ്റ്റേറ്റിൽ നിങ്ങളോട് വന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ തിരിച്ചു നിങ്ങൾ മറുപടി പറയുമ്പോൾ കുട്ടിയുടെ ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞില്ലെങ്കിൽ ആ സംഭാഷണം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. അത് നാം തിരിച്ചറിയണം. എന്നാൽ ഒരു മാതാവിന്റെയോ പിതാവിന്റെയോ പേരന്റിന്റെ ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ടാണ് നാം സംസാരിക്കുന്നെങ്കിൽ, അങ്ങനെയുള്ള ആളുകളാ എന്താണ് അവിടെ ചെയ്യുന്നത്, പോയി പഠിക്കണ്ടേ, പഠിക്കാനുള്ള സമയമല്ലേ, പ്രാർത്ഥിച്ചോ, ബൈബിൾ വായിച്ചോ എന്ന് മാത്രം ചോദിക്കുന്ന ഒരു അപ്പന്റെ റോളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് നിങ്ങളെ ഒരുപക്ഷെ ഭീതിയായിരിക്കും. അപ്പൻ വരുന്നു അല്ലെ അമ്മ വരുന്നു എന്നറിയുമ്പോൾ പേടിയാണ്. എന്നാൽ പേരന്റ് ഈഗോ സ്റ്റേറ്റ് വേണം. അതിലെല്ലാം നല്ലത്, നിങ്ങൾ ആരോട് സംസാരിച്ചാലും ഏറ്റവും നല്ലത് അതേ ഈഗോ സ്റ്റേറ്റിൽ മറുപടി പറയാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും നല്ലത്. എന്നാൽ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ആണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. പക്വത വന്ന ഒരു പുരുഷന്റെ, ഒരു സ്ത്രീയുടെ ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ആരെന്തു പറയുന്നു എന്ന് തിരിച്ചറിഞ്ഞ് മറുപടി കൊടുക്കാനാണ്. നമുക്കറിയാം, ഒരു ഉദാഹരണം പറഞ്ഞാൽ, സമയം എന്തായി എന്ന് വീട്ടിൽ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, അല്ലെ ചേർച്ചിൽ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പല ഉത്തരം പറയാം. ഇന്നലത്തെ സമയമായി എന്ന് ചിലർക്ക് പറയാം. അല്ലെങ്കിൽ നിന്റെ കയ്യെ വാച്ചില്ല, നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കാം. എന്നാൽ കൃത്യം സമയം നമ്മുടെ വാച്ചിൽ നോക്കി പറയുകയും നമുക്ക് ചെയ്യാം. അപ്പൊ പല രീതിയിൽ നമ്മൾ പറയാം. അപ്പൊ ഏത് ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മറുപടി പറയുന്നത്, അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആകുകയുള്ളൂ. അല്ലാത്ത ഒറ്റ ഡയലോഗ് മതി ഒരുപക്ഷെ നമ്മുടെ മനസ്സ് അടച്ചു കളയും. മനസ്സ് ക്ലോസ്ഡ് ആയാൽ പിന്നെ നമുക്ക് തുറന്ന് സംസാരിക്കാൻ, മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെ ചില കുട്ടികളുണ്ട്. എന്നോട് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, അങ്കിളെ എനിക്കൊരു പ്രത്യേക ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, ഇച്ചിരി തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എല്ലാം ഞാൻ എൻ്റെ മമ്മിയോട് പറയുമായിരുന്നു, അത് തുറന്നു പറയാൻ വേണ്ടി ഞാൻ പലവട്ടം മമ്മിയുടെ അടുത്ത് ചെന്നു, മമ്മി എനിക്കൊരു കാര്യം പറയാനുണ്ട്, മമ്മി ഫ്രീ ആകുമ്പോൾ എന്നോടൊന്ന് പറയണേ. ഇച്ചിരി തിരക്കുള്ള മാതാവാണ്. അമ്മ പറഞ്ഞു, ശരി നീ പോയിരുന്നപ്പോൾ പഠിക്കുക, തിരക്കൊക്കെ കുറയുമ്പോൾ ഞാൻ പറയാം, വിളിക്കാം എന്ന് പറഞ്ഞു. 2 ആയി 3 ആയി 4 ആയി 5 ദിവസമായി അമ്മ തിരിച്ചു പറയുന്നില്ല, അവളെ വിളിക്കുന്നില്ല. അതുകൊണ്ട് വീണ്ടും അവൾ ചെന്നിട്ട് പറഞ്ഞു, മമ്മി ഞാനൊരു സമയം ചോദിച്ചിരുന്നു, മമ്മി ഫ്രീ ആയോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു അരമണിക്കൂർ മതി മമ്മി. മമ്മി ഒരിച്ചിരി ദേഷ്യപ്പെട്ട് പറഞ്ഞു, എടി നിന്റെ അപ്പൻ വെറുതെ അവിടെ ഇരിക്കുക, നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ ഇവിടെ വാല തീ പിടിച്ചതുപോലെ പണിയെടുക്കുമ്പം നീ എന്നോട് തന്നെ പറയണോ, എന്തിനാ വാശി പിടിക്കുന്നേ. അവൾ നേരെ അപ്പൻ്റെ അടുത്ത് ചെന്നു. അപ്പൻ അതിനേക്കാൾ വലിയ തിരക്കിലെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ പരിപാടിയാണ്. അവിടെയും നിരാശയോടെ അവളുടെ മുറിക്കകത്ത് കയറി. വർഷങ്ങളോളം പിന്നീട് മനസ്സ് തുറന്ന് ഈ വിഷയം ആരോടും പറഞ്ഞില്ല. പക്ഷേ സ്കൂളിൽ ആ ബന്ധം കാരണം ടീച്ചേഴ്സ് അവളെ പിടിച്ചു, പേരൻസിനോട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് പേരൻസ് അറിയുന്നത് ആ ബന്ധം വഷളായി. നാട്ടുകാർ തിരിച്ചറിയുന്ന രീതിയിൽ ആ ബന്ധം അവൾ തുടർന്നു. വലിയ നാണക്കേട്, സമൂഹത്തിൽ മാന്യതയുണ്ടായിരുന്ന അല്ലെങ്കിൽ വിലയും നിലയും ഉണ്ടായിരുന്ന അപ്പനും അമ്മയ്ക്കും നാണക്കേടുണ്ടായപ്പോൾ ആ പെൺകുട്ടിയെ വിളിച്ച് കുറെ വഴക്കൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടു. ഞാൻ എൻ്റെ മുമ്പ് നിർത്തിക്കൊണ്ട് അവളോട് ചോദിച്ചാ, എടി നിനക്ക് അങ്ങനെ ഒരു വൃത്തികെട്ട ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്താ പറയാഞ്ഞത്. ആ കുട്ടി ഒന്നും മിണ്ടുന്നില്ല, വാ തുറക്കുന്നതേ ഇല്ല. അച്ഛനെയും അമ്മയും വെളിയിൽ ഇറക്കി ഞാൻ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ നിറകണ്ണുകളോടെ ആ പെൺകുട്ടി എന്നോട്, ഞങ്ങളെ മാസങ്ങൾ എത്രയായെന്നറിയാമോ ഞാൻ എൻ്റെ മമ്മിയുടെ പുറകെ നടന്നു. മമ്മി, ഐ വോണ്ട് ടു ടെൽ യു സംതിങ് വെരി പേഴ്സണൽ, ഐ വോണ്ട് ടു ടെൽ യു സംതിങ് വെരി പേഴ്സണൽ. മമ്മിക്ക് സമയം കിട്ടുമ്പോൾ എന്നോട് പറയാമെന്ന് അമ്മ പറഞ്ഞതാ. പിന്നെയും ഞാൻ ചെന്നു, അമ്മയ്ക്ക് സമയമില്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ സമയമില്ലാത്ത ഒരാളുടെ പിറകെ എത്ര നാളാ ഞാൻ പോകുന്നത്.
എൻ്റെ ആ കൂട്ടുകാരൻ എൻ്റെ വേദനകൾ ചോദിച്ചറിഞ്ഞു, അവനുമായി ഞാൻ അടുത്തു, എനിക്കിപ്പോൾ അവനെയാ വേണ്ടത്, അവൻ്റെ സ്നേഹം എനിക്ക് മതി. ഇവരുടെ സ്നേഹമൊക്കെ കളുപ്പീരാ. പറ്റിയത് എന്താണെന്നറിയോ? ഒറ്റ ഡയലോഗാണ്. ആ പെൺകുട്ടി തൻ്റെ ഹൃദയം പങ്കുവെക്കാൻ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ എത്ര തിരക്കാണെങ്കിലും ആ മാതാവ് ഒരു മിനിറ്റെങ്കിലും കേട്ടിട്ട് ആ മകളോട് പറയണമായിരുന്നു, മോളെ നിന്റെ കഥ എനിക്ക് മുഴുവനും കേൾക്കണമെന്നുണ്ട്, പക്ഷെ മമ്മി ഇപ്പം ഇച്ചിരി തിരക്കാ, ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നീ എൻ്റെ അടുത്ത് വരണം കേട്ടോ, മമ്മി മറന്നാൽ നീ എന്നെ വിളിക്കണം, എൻ്റെ അടുത്ത് വരണം കേട്ടോ എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് ഒരു പെർമിഷൻ കൊടുത്തിരുന്നെങ്കിൽ നിറകണ്ണുകളോടെ ഹൃദയം തുറന്ന് ആ കുഞ്ഞെല്ലാം പറയുമായിരുന്നു. മുളയിലെ ആ പ്രശ്നം നിങ്ങൾക്ക് നുള്ളിയെടുക്കാനായിട്ട് കഴിയുമായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, കുടുംബജീവിതം തുടങ്ങിയിട്ട് നിങ്ങൾ എത്ര നാളായി? കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മോഡൽ എന്താ? തിരുവചനം പഠിക്കുകയും ധ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണല്ലോ നാം. തിരുവചനത്തിൽ പറയുന്നത് പോലെ, പ്രത്യേകിച്ച് സോങ് ഓഫ് സോളമൻ നമുക്കറിയാം, ഉത്തമഗീതം 4-ാം അധ്യായം, എൻ്റെ പ്രിയേ നീ സുന്ദരി നീ സുന്ദരി. ഇത് കൊച്ചു പിള്ളേര് പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ പ്രായമുള്ള എത്ര പേര് പറയാറുണ്ട്? ആ ഭാര്യയുടെ മുഖത്തോട്ട് നോക്കി, നീ സുന്ദരിയാണ്, കല്യാണം കഴിച്ച അന്നുള്ള സൗന്ദര്യം ഇപ്പോഴുമുണ്ട്, നിന്റെ ആ ഉന്മേഷം, നിന്റെ ആ പ്രസരിപ്പ് അത് പോയിട്ടില്ല, നിന്നെ കാണുമ്പോൾ എനിക്ക് ആനന്ദമാണ്, നിന്നെ ഭാര്യയായി കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് എന്ന് പറയാൻ, തിരിച്ചും അങ്ങനെ പറയാൻ. അങ്ങനെ ഒരു ഇന്റിമസി ബിൽഡ് ചെയ്യാനായിട്ട് പലപ്പോഴും ആളുകൾ ശ്രമിക്കാറില്ല. ചില ആളുകൾ ഇതൊക്കെ പാപമാണ്, ഇതൊക്കെ മോശം കാര്യമാണ് എന്ന് എഴുതി തള്ളിയിരിക്കുകയാണ്. മണവാളനായ യേശുവിനെ കുറിച്ച് പറയുമ്പോഴും നമ്മുടെ കൂടെയുള്ള മണവാളനെ കുറിച്ച്, മണവാട്ടിയെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ചിലർക്കൊക്കെ പ്രയാസമുണ്ട്. അതൊന്ന് മാറുന്നത് നല്ലതാണ്. കാരണം സ്ത്രീകൾക്ക് അത് കേൾക്കാൻ വലിയ സന്തോഷമാണ്. പ്രൊവേർബ്സിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, 31:28, അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു, അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നത്. അനേകം തരണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരിൽ എല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കും. ഇത് വല്ലപ്പോഴും ഭാര്യയോട് പറയുന്നത് നല്ലതാണ്. എടി, എത്രയോ സ്ത്രീകൾ കുക്ക് ചെയ്യുന്നത് ആഹാരം ഞാൻ കഴിച്ചിട്ടുണ്ട്, എത്രയോ വീടുകളിൽ പക്ഷെ നീ കുക്ക് ചെയ്യുന്നതിന് ഒരു പ്രത്യേക രുചിയാ, നിന്റെ കൈ കൊണ്ട് വിളമ്പി തന്നാൽ. അത് കളിയാക്കാൻ വേണ്ടി പറയരുത് കേട്ടോ, നമ്മളെ ഉണ്ടല്ലോ പരിഹസിക്കാൻ വേണ്ടിയാന്നൊരു തോന്നലോ. ആത്മാർത്ഥമായി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അത് മതി. ആജീവനാന്തം അടുക്കളയിൽ മാട് പണിയെടുക്കുന്നത് പോലെ പണിയെടുക്കാൻ ഒരു സ്ത്രീക്ക് സത്യത്തിൽ ആ ഒരു എൻകറേജിങ് വേർഡ് മാത്രം മതി, ആ ഒരു പ്രോത്സാഹനം, ആ ഒരു അഭിനന്ദനം മാത്രം മതി. നമ്മുടെ കുട്ടികൾക്കോ, ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഗുഡ് ബോയ് എന്ന് പറഞ്ഞൊന്ന് കൈ അടിച്ചാൽ മതി, അവരിങ്ങനെ എക്സൈറ്റഡ് ആകുന്നത് കാണാനായിട്ട് കഴിയും. പക്ഷെ എന്തുകൊണ്ടോ നല്ലത് കണ്ടാൽ അത് പറയാൻ നമുക്ക് ഇപ്പോഴും മടിയാണ്. ഇത്രയും കാലം മാറിയിട്ടും ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാട് നടന്നിട്ടും അങ്ങനെ പറയാൻ നമ്മൾ മടിക്കുകയാണ്. പക്ഷെ കുറ്റം നമ്മുടെ കണ്ണിൽ വേഗം പെടും. ആ കുറ്റം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ആരെ കറക്റ്റ് ചെയ്യാനുണ്ടെന്ന് ഓർത്ത് നമ്മൾ നടക്കുകയാണ്. എന്നാൽ നമ്മുടെ കറക്ഷൻ, സെൽഫ് കറക്ഷന് നമ്മൾ പലപ്പോഴും സ്ഥാനം കാണുന്നില്ല, സമയം കാണുന്നില്ല. അത് നമുക്ക് ചിലപ്പോഴെങ്കിലും കഴിയാതെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ തകരാൻ സാധ്യതയുണ്ട്. ജീവിതം ഒരു പക്ഷേ ബുദ്ധിമുട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ മാത്രം പോരാ, ട്രാൻസ്പെറൻസി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സുതാര്യത. അതിനകത്ത് 3 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ഓപ്പൺനെസ്, മനസ്സ് തുറന്നു പറയാൻ. ചില ആളുകൾക്ക് ഭയമാണ് പറയാനായിട്ട്. പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? മമ്മിയോട് ഇത് പറഞ്ഞാൽ മമ്മി ഒരുപക്ഷെ എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞ് ശവത്തെ കുത്തുന്ന പോലെ വേദനിപ്പിക്കും, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഫ്രണ്ടിനോട് പറയാം, ഫ്രണ്ട് ആകുമ്പോൾ നമ്മളെ കളിയാക്കത്തില്ലല്ലോ. ഡാഡിയോട് പറഞ്ഞാൽ തല്ല് കിട്ടും, ഉറപ്പാണ്. ഒരു അബദ്ധം പറ്റിപ്പോയി, പറയാൻ പേടിയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിലും ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാൻ, ട്രാൻസ്പെറന്റ് ആകാൻ, സുതാര്യമായ ജീവിതം കാഴ്ചവെക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. വിശ്വാസത്തിന്റെ മറവിൽ പോലും തട്ടിപ്പും വെട്ടിപ്പും, ആത്മീയതയുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പുകൾ, നല്ല ഇമേജ് ഉണ്ടാക്കി നടക്കുന്ന വഞ്ചനകൾ, പ്രണയം നടിച്ച് ഒറിജിനൽ സ്നേഹമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ സ്ത്രീകളെ ഇതെല്ലാം നമ്മൾ ചുറ്റുപാടും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ കുടുംബത്തിനകത്തും ഇതുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ കുടുംബങ്ങളിൽ സുതാര്യത ഇല്ലാതെ വന്നാൽ, ഇന്റിമസി കുറഞ്ഞു വന്നാൽ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമതൊരു കാര്യം പ്രധാനപ്പെട്ടതാണ്, അക്കൗണ്ടബിലിറ്റി. എനിക്ക് തോന്നുന്നു പല ആളുകൾക്കും ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഭർത്താവ് ഇറങ്ങി വെളിയിലോട്ട് പോകുമ്പോൾ, ഞാൻ ഇപ്പോൾ വരാം, അച്ചാച്ചനെ എങ്ങോട്ടാ പോകുന്നത്, അതെന്തിനാ നീ അറിയുന്നേ, ചത്തില്ലേ ഞാൻ ഇങ്ങ് വരും. ഇപ്പോഴും അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരും അങ്ങനെ പറയാൻ സാധ്യതയില്ല. എന്നാൽ വ്യക്തമായി ആരോടെങ്കിലും കൃത്യമായി, ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നു, ഇന്ന ആവശ്യത്തിന് പോകുന്നു, നമ്മുടെ ഭാര്യയെങ്കിലും നമ്മുടെ മക്കളെങ്കിലും പ്രിയപ്പെട്ടവരെങ്കിലും കാര്യങ്ങൾ അറിയത്തക്ക രീതിയിൽ പറയാറുണ്ടോ?
എത്ര രൂപ നമ്മുടെ ബാങ്കിൽ ബാലൻസ് ഉണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്? എല്ലാവർക്കും അല്ല കേട്ടോ, നമ്മുടെ ഭാര്യയ്ക്കെങ്കിലും. ഒരുപക്ഷെ നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എത്രയോ കേസുകളാ കൗൺസിലിങ്ങിന് വരും. സാറേ, എവിടെയൊക്കെയാ സ്വത്തുള്ളത്, എന്തൊക്കെയാന്ന് ആർക്കും അറിയില്ല. അങ്ങേര് ഒരു അക്ഷരം ആരോടും പറഞ്ഞിട്ടില്ല. കടം കയറിയ ആളുകൾ കടം കൊടുത്ത പണം തിരികെ മേടിക്കാൻ വീട്ടിൽ ചെല്ലുമ്പോഴാ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഭാര്യ അറിയുന്നത് ഇങ്ങേർക്ക് ഇത്രയും കടമുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു ജീവിതം ഒരു പക്ഷേ നിങ്ങൾ എന്തുമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടാവും ഇതൊന്ന് മറച്ചു വെക്കാനായിട്ട്. നമുക്ക് ഒരാഴ്ചയല്ലേ ഉള്ളൂ. കോവിഡിന്റെ 3ാം തരംഗം നമ്മളെ കാത്തു നിൽക്കുകയാണ്. അത് കുട്ടികളെ ആണ് കൂടുതൽ ബാധിക്കുന്നതെന്നൊക്കെ പറയും. നമുക്കറിയില്ല. ഒരു പക്ഷേ നമ്മുടെ അടുത്തേക്കാണെന്ന് വരുന്നതെങ്കിൽ ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിക്കാൻ കഴിയണ്ടേ? അതുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും തുറന്നു കാണിച്ച് ഒന്നും മറച്ചു വെക്കാനില്ല, എല്ലാം ട്രാൻസ്പെറന്റ് ആണ് എന്ന് വലിയ ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് പോകാൻ കഴിയുന്നതല്ലേ വലിയ ഭാഗ്യം. അതിന് നമുക്ക് കഴിയണം. അതിനെന്താ ചെയ്യേണ്ടത്? ചെറുപ്പക്കാര് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട 1-2 വിഷയങ്ങളിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് പറയാം. കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ അവരെല്ലാം പറയുന്നത്, നല്ലൊരു ശതമാനം കുട്ടികൾ പറയുന്നതാണ്, അങ്കിളെ ലീവ് മീ അലോൺ. ഉപദേശിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവരുടെ തെറ്റ് കണ്ടുപിടിച്ച് അവരെ കറക്റ്റ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവർക്കെല്ലാം അറിയാമെന്നൊരു ചിന്ത അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആര് പറഞ്ഞാലും അവർ കേൾക്കുകയില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയണം, എന്തോ ഒരു ബുദ്ധിയാണെന്നറിയാമോ ഇന്നത്തെ പിള്ളേർക്ക്, എന്തൊരു IQ കപ്പാസിറ്റി ആണെന്നറിയാമോ? ഭയങ്കര അറിവാണ്. ലോകത്തിലുള്ളത് എല്ലാം അവർക്കറിയാം. പ്രത്യേകിച്ച് വിരൽ തുമ്പിൽ എല്ലാം കിട്ടുന്നത് കൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്കറിയാം, മാതാപിതാക്കളെക്കാൾ ഏറെ നന്നായിട്ട്. അതുകൊണ്ട് എന്തു ചോദിച്ചാലും അവർക്ക് ചോദ്യമുണ്ട്. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരൊന്ന് ശ്രദ്ധിച്ചേക്കണം. പ്രായമുള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം, ആപ്ലിക്കബിൾ ആണ്. നിങ്ങളുടെ IQ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ഒന്ന് നടത്തുന്നത് നല്ലതാണ്. നിങ്ങളുടെ ബുദ്ധിശക്തി എത്രയുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും. 70-നും 100-നും ഇടയിലാണ് നിങ്ങളുടെ IQ എങ്കിൽ നിങ്ങൾ ആവറേജ് ആണ്. ഒരു സാധാരണ മനുഷ്യനാണ്, സാധാരണ പുരുഷനും സ്ത്രീയുമാണ്, സാധാരണ ആൺകുട്ടിയും പെൺകുട്ടിയുമാണ്. എന്നാൽ എബവ് 100 ആണെങ്കിൽ, 100-ൽ കൂടുതലാണ് നിങ്ങളുടെ IQ കപ്പാസിറ്റി എങ്കിൽ നിങ്ങൾ ജീനിയസ് ആണ്, വളരെ ബുദ്ധിമാനാണ്, ബുദ്ധിമതിയാണ്. താങ്ക് ഗോഡ് ഫോർ യു. ബിലോ 70 ആണെങ്കിൽ നിങ്ങളെ ചില ആളുകൾ മന്ദബുദ്ധി എന്നൊക്കെ വിളിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ കഴിവ് കുറഞ്ഞ, പഠിക്കാൻ ഇച്ചിരി മിടുക്ക് കുറഞ്ഞ, ഓർമ്മശക്തി കുറഞ്ഞ, കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ക്രമീകരിക്കാൻ കഴിവില്ലാത്ത ഒരാളാകും. ദുഃഖിക്കേണ്ട, അങ്ങനെയുള്ളവർക്കൊക്കെ ജീവിക്കാൻ അനുവാദമുണ്ട്. ആർക്കെങ്കിലും ജ്ഞാനം കുറവാണെങ്കിൽ നൽകാമെന്ന് പറഞ്ഞ് ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടണ്ട. ഞാനൊരു അവയർനെസ് തരാൻ വേണ്ടി ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇഫ് യുവർ IQ കപ്പാസിറ്റി ഈസ് ആവറേജ്, നിങ്ങളുടെ ബ്രെയിൻ കപ്പാസിറ്റി എന്താണെന്നറിയാമോ? ചെറുപ്പക്കാർ പിള്ളേർ ഇനി ഒന്ന് കേട്ടോണേ, പ്രത്യേകിച്ചും ശ്രദ്ധിച്ചോണം. ഇഫ് യു ആർ ആവറേജ് ഇൻ IQ, you have 30 to 50 billion neurons. നിങ്ങൾക്ക് 30-നും 50-നും ഇടയിൽ ബില്യൺ ന്യൂറോൺസ് ആണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്താണെന്നറിയാമോ? You can remember the content of 90 million books. Each book having 1000 pages. 1000 പേജ് വീതമുള്ള 90 മില്യൺ ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് മുഴുവനും, അല്ല പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മുഴുവനും ഓർത്തിരിക്കാനുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി, മെമ്മറി പവർ ആണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ പഠിക്കുന്നത് ഏത് വിഷയത്തിനും ആയിക്കോട്ടെ, ഏത് ക്ലാസ്സിനും ആയിക്കോട്ടെ, എന്തിനും ആയിക്കൊള്ളട്ടെ, ആ പുസ്തകങ്ങളെല്ലാം കൂടെ കൂട്ടി വെച്ചാലും കൂടിപ്പോയാൽ ഒരു 10,000 പേജ് വരുമായിരിക്കും. അല്ലെ പോട്ടെ 50,000 പേജുകൾ വരുമായിരിക്കും. അതിനപ്പുറത്ത് വരാൻ സാധ്യതയില്ല. എന്നാൽ 90 മില്യൺ ബുക്കിനകത്ത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് മുഴുവനും കാണാതെ പഠിക്കണമെങ്കിൽ പഠിക്കാൻ, ഓർക്കണമെങ്കിൽ ഓർത്തു വെക്കാൻ, അത് ഓർത്തിരുന്ന് പരീക്ഷയ്ക്ക് എഴുതി വെക്കാൻ നിങ്ങൾക്ക് കഴിവ് ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ഈ കഴിവ് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല സമയമാണ് ഈ കോവിഡ് കാലഘട്ടം. വേറെ ആരുടെയും ശല്യമില്ല. സ്കൂളിൽ പോയി വന്നു ഒന്നും സമയം കളയാനില്ല. 24 മണിക്കൂറും നിങ്ങൾക്ക് ലോകത്തിലുള്ള ഏത് അധ്യാപകന്റെ കീഴിലും പഠിക്കാനായിട്ട് കഴിയും. ഇന്ന സാറ് പഠിപ്പിക്കണമെന്ന് വാശി പിടിക്കണ്ട. ലോകത്തിലെ ഏത് ഗുരുനാഥന്റെയും കാൽക്കീഴിലിരുന്ന്, മുൻപിലിരുന്ന് മുഖാമുഖം കണ്ടുകൊണ്ട് പഠിക്കാനുള്ള സംവിധാനം ദൈവം ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് നമ്മുടെ വീട്ടിൽ എത്തിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരിക്കലും കാണാത്ത നമ്മൾ മുഖാമുഖം കണ്ടുകൊണ്ട് ദൈവവചനം പങ്കുവയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ മാക്സിമം നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൂടാ? എന്തുകൊണ്ട് 24 മണിക്കൂർ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിച്ചുകൂടാ? എന്തുകൊണ്ട് അങ്ങനെ ദൈവവചനം പഠിച്ചുകൂടാ? എന്തുകൊണ്ട് അങ്ങനെ സ്കൂളിലും കോളേജിലും ഉള്ളത് പഠിച്ചുകൂടാ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് ബിലീവ് ഇൻ യുവർ കപ്പാസിറ്റി. ഗോഡ് ഹസ് ഗിവൺ യു ഇമ്മൻസ് പൊട്ടൻഷ്യൽ.
നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, IQ കപ്പാസിറ്റി ഉണ്ട്, ദൈവകൃപയുണ്ട്, നിങ്ങളെ നേരെ നയിക്കാൻ ഇഷ്ടം പോലെ പാസ്റ്റേഴ്സ് ഉണ്ട്, എൽഡേഴ്സ് ഉണ്ട്, നിങ്ങളുടെ പേരൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. പക്ഷേ ആർ യു യൂസിങ് ഇറ്റ് ടു ദ മാക്സിമം? നിങ്ങളുടെ കഴിവിന്റെ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്? അതോ എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടി പഠിച്ച് ആരെയെങ്കിലുമൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി പഠിക്കുന്ന കൂട്ടത്തിലാണോ? അതൊന്ന് മാറണം. അപ്പോൾ ഹാർഡ് വർക്ക് എന്നുള്ള ആ ഒരു ചിന്ത, പഴയ ചിന്ത ഒന്ന് മാറ്റി സ്മാർട്ട് വർക്ക് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എഴുതണം. വർക്ക് സ്മാർട്ട്. 1 മണിക്കൂറേ പഠിച്ചുള്ളെങ്കിലും ആ 1 മണിക്കൂർ പഠിച്ചത് മുഴുവനും നിങ്ങളുടെ തലയിൽ സ്റ്റോർ ചെയ്ത് അത് ഓർത്തിരുന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ നിങ്ങളുടെ സമയം വളരെ പ്രയോജനകരമായി ഫലകരമായി ഉപയോഗിച്ചാൽ, ദൈവവചനം അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഇത് ദുഷ്കാലമാണ്, ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അതുകൊണ്ട് ദൈവവചനം പഠിച്ച് ദൈവകൃപയിലേക്ക് ആളുകളെ ആനയിക്കുന്ന കൂട്ടത്തിൽ നാം സമ്പാദിക്കാവുന്ന അത്രയും അറിവ് സമ്പാദിക്കണം, ഉയരാവുന്ന അത്രയും ഉയരണം. അങ്ങനെ ഉയർന്നു കഴിയുമ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന വാക്കിനേക്കാൾ വലിയ വിലയാണ് നമ്മുടെ ഒരു വാക്കിന്. നമ്മൾ ഏത് നിലയിൽ എത്തുന്നോ, ദൈവം നമ്മെ എവിടെ എത്തിക്കുന്നോ, ആ നിലയിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് ഇന്നൊരു പക്ഷേ നാം പറയുന്ന 1000 വാക്കുകളേക്കാൾ ശക്തിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ചെറുപ്പക്കാരെന്നെ കാണുന്നുണ്ടല്ലോ, ഒന്ന് റെഡി ആയിരുന്നു, നിങ്ങളുടെ മൈക്കൊക്കെ ഓൺ ചെയ്ത് അൺമ്യൂട്ട് ചെയ്തൊന്ന് റെഡി ആയിരുന്നു. ഇഫ് യു ക്യാൻ റീഡ് ദിസ്, യു ഹാവ് എ സ്ട്രേഞ്ച് മൈൻഡ് ടു. കണ്ടല്ലോ, അതിനകത്ത് എനിക്ക് ഇംഗ്ലീഷ് അത്ര വലിയ പിടിയില്ലാഞ്ഞിട്ടായിരിക്കും, ഒത്തിരി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്കത് കണ്ടു കാണും. ഇഫ് യു ക്യാൻ റീഡ് ദിസ്, യു ഹാവ് എ സ്ട്രേഞ്ച് മൈൻഡ് ടു. ഇതുപോലെ ഒരു സെന്റൻസ് ഞാൻ കാണിക്കാം. നിങ്ങളിൽ ആരെങ്കിലും മൈക്ക് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് വായിച്ചെന്നെ സഹായിക്കുമോ? എനിബഡി ക്യാൻ റീഡ്. പിള്ളേർ വേണമെന്നില്ല. Yes. 55 people out of 100 can. ഒന്നുകൂടെ വായിച്ചേ. Come on. Congrats. Can you read this? Only 55 people out of 100 can. Mone, could you please tell me your good name? മോന്റെ പേരെന്താ? Danny Sunny. Danny, congrats. ഭയങ്കര മിടുക്കനാ കണ്ടോ. ഈ പൊട്ടത്തരം ഞാൻ എഴുതി വെച്ച ഈ സ്പെല്ലിംഗ് തെറ്റെല്ലാം മോൻ കറക്റ്റ് ആയിട്ട് വായിച്ചു, ഒരു മെന്റൽ പ്രിപ്പറേഷനും ഇല്ലാതെ. അങ്ങനെയാണെങ്കിൽ മോന്റെ ഒരു സഹായം എനിക്ക് വേണം. ഡാനി, ഐ റിക്വസ്റ്റ് യു ഹെൽപ്പ് അഗൈൻ. ഞാൻ ഒരു ചെറിയ പാരഗ്രാഫ് എഴുതി കാണിക്കാൻ പോവാ. ഇതുപോലെ നിർത്താതെ ഞാൻ ഹിയർ ബിഗിൻസ് യുവർ ടൈം എന്ന് പറഞ്ഞ് ടൈം തന്ന ഉടനെ ഒന്ന് വായിച്ച് എന്നെ സഹായിക്കണേ. കമോൺ, ഹിയർ ബിഗിൻസ് യുവർ ടൈം. ഡാനി, കമോൺ, റീഡ് ഇറ്റ്. I couldn't believe that I could. കമോൺ, ശരിയാ. ആർക്കെങ്കിലും സഹായിക്കാം കേട്ടോ, അടുത്തിരിക്കുന്ന കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് സഹായിക്കാം. മോനെ ഒത്തിരി ബുദ്ധിമുട്ടിക്കാതെ, കുറെ ടൈം വെയിറ്റ് ചെയ്തിട്ട് മതി. Actually understand. Come on. Danny, ശരിയാ, വായിച്ചോ. I couldn't believe that I could actually understand what I was reading. Yes. The phenomenal power of human mind, according to research at Cambridge University. മോൻ അവിടെയൊക്കെ പോയി പഠിക്കണം കുറച്ച് കഴിയുമ്പോൾ കേട്ടോ. University, it doesn't matter letters in a word or only important thing is that the first and the last letter be in the right. Okay, മോനൊരു നല്ല കയ്യടി കൊടുക്കാവോ? മെടുക്കാൻ. വെരി ഗുഡ്. കൺഗ്രാജ്. അവൻ ധൈര്യത്തോടെ വായിച്ചല്ലോ, അതിന് തന്നെ അവാർഡ് കൊടുക്കണം. ചിലര് പേടിച്ച് തെറ്റിപ്പോകും, നാണക്കേടാവുന്ന ഓർത്ത് പേടിച്ച് വായിക്കാതിരിക്കും. മോനെ കറക്റ്റാ, 2-3 വേർഡ്സേ തെറ്റിപ്പോയുള്ളൂ. നോക്കണേ, പൊട്ടത്തെറ്റാ എഴുതിയേക്കുന്നത്. ഇത് മോൻ ഇത്രയും കറക്റ്റ് ആയിട്ട് വായിച്ചു എന്ന് പറഞ്ഞാൽ മോന്റെ കഴിവൊന്ന് ഓർത്തു നോക്കിയേ. ഈ പൊട്ടത്തെറ്റ് ഇത്രയും സ്പീഡിൽ ഒരു പ്രാക്ടീസും ഇല്ലാതെ വായിക്കാനായിട്ട് പറ്റിയില്ലേ? അങ്ങനെയാണെങ്കിൽ മോന്റെ മൈൻഡിന് ദൈവം തന്നേക്കുന്ന കഴിവ് എന്നാന്നറിയാമോ? ഒരു റിസർച്ച് നടത്തിയ ആളുകൾ, വലിയ ആളുകൾ കണ്ടുപിടിച്ചതാ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് ഓർഡറിൽ സ്പെല്ലിംഗ് ഇട്ടാലും നമ്മുടെ മനസ്സിന് ദൈവം ഒരു പ്രത്യേക കഴിവ് തന്നിട്ടുണ്ട്. ആദ്യത്തെയും അവസാനത്തെയും ലെറ്റർ കറക്റ്റ് ആണെങ്കിൽ ബാക്കിയുള്ളത് എങ്ങനെ ഷഫിൾ ചെയ്തിട്ടാലും അത് കറക്റ്റ് ആക്കി പെട്ടെന്ന് വായിക്കാൻ, ഓർഡർ ശരിയാക്കി വായിക്കാൻ നമ്മുടെ മനസ്സിന് ദൈവം കഴിവ് തന്നിട്ടുണ്ട്.
ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. എങ്ങനെ പറയാതിരിക്കാൻ കഴിയും? എന്നിട്ടാണ് ദൈവം പറയുന്നത്, ഇത്രയും മനസ്സിന് കഴിവ് തന്ന് 90 മില്യൺ പുസ്തകത്തിനകത്തേതെല്ലാം ഓർത്തു വെക്കാൻ കഴിവ് തന്നിട്ട് പറയുകയാണ്, മോനെ ബൈബിള് വായിച്ചോ, പഠിച്ചോ, കാണാതെ പഠിച്ചോ, ഒരു ദിവസം ഒരു വാക്യം വീതം പഠിക്ക. ചില കുട്ടികൾ പറയും, അങ്കിളെ ഒരു വാക്യം പോലും തലേ കയറുന്നില്ല, നാളെ പാസ്റ്റർ ചോദിക്കുമ്പോൾ മറക്കുക എന്ന് പറയുന്നെങ്കിൽ നിങ്ങളുടെ കഴിവില്ലായ്മയല്ല അത് കാണിക്കുന്നത്, താല്പര്യമില്ലായ്മയാണ്, നിങ്ങളുടെ ആ ആഗ്രഹമില്ലായ്മയാണ്. അതുകൊണ്ട് ദൈവത്തോട് പറയണം, ദൈവമേ ഇത്രയും കഴിവ് നീ എനിക്ക് തന്നല്ലോ, ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് എ ചലഞ്ച്, ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ എടുക്കുക. എനിക്ക് പഠിക്കണം, ഓരോ ദിവസവും ഓരോ വാക്യം പഠിക്കണം, എൻ്റെ കുടുംബത്തിൽ ഇൻറ്റിമസി എനിക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് വരണം, എൻ്റെ കുറവുകളെ എനിക്ക് മാറ്റണം, എൻ്റെ തെറ്റുകളെ കണ്ടുപിടിക്കണം, എനിക്ക് വളരണം, എനിക്ക് പഠിക്കണം, മിടുക്കനാകണം. ഡാനി പ്രത്യേകം നന്ദി. പക്ഷെ എന്നോട് ക്ഷമിക്കണം, കൂട്ടത്തിലുള്ള ആരോടെങ്കിലും ചോദിക്കട്ടെ, ഇതൊന്ന് വായിച്ച് എന്നെ സഹായിക്കാമോ? ഇത് ഒരു കുട്ടി എഴുതിയതാ കേട്ടോ. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു കുട്ടിയുടെ നോട്ട്ബുക്കിൽ നിന്ന് ഞാൻ എൻ്റെ ക്യാമറയിൽ എൻ്റെ ഫോണിൽ ഞാൻ എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നത്. നോക്കിക്കേ, മറ്റേത് നമുക്ക് വായിക്കാമായിരുന്നു, അതിനകത്ത് കുറെ സ്പെല്ലിങ് തെറ്റിച്ചാണേലും ഉണ്ടായിരുന്നു. ഇതിനകത്ത് എന്താണെന്ന് വായിക്കണമെങ്കിൽ ഇച്ചിരി പണിയാ. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ ഫാമിലിയുടെ പ്രത്യേകത ഞാൻ ഈ ഒരു സംഭവത്തിൽ നിന്ന് അരക്കിട്ട് ഉറപ്പിച്ചു. ആ വീട്ടിലെ അപ്പനും അമ്മയും ഇതറിയാതെ ഈ കുഞ്ഞിനെ തല്ലി 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 വഴക്ക് പറഞ്ഞ് ഒരു പരുവത്തിലാക്കിയതാ. നന്നായി ഡാൻസ് ചെയ്യുന്ന ഒരു പെൺകുഞ്ഞായിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് ആ കുഞ്ഞ് പറയുക, സാറേ എൻ്റെ ശരീരം അനങ്ങാതെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഞാൻ ചോദിച്ചു, മോളെ എന്താ അങ്ങനെ, നീ ഡാൻസ് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞല്ലോ, എന്നിട്ട് എന്താ അങ്ങനെ? സാറേ ഞാൻ അനങ്ങി നടക്കുമ്പോൾ എൻ്റെ അമ്മ പറയുന്നത് കുണുങ്ങി നടക്കാൻ കൊള്ളാം, 5 അക്ഷരം പഠിക്കാൻ അറിയില്ല, ABCD എഴുതാൻ പറഞ്ഞ തല തിരിച്ച് എഴുതിയിട്ട് നീ ഡാൻസ് കളിച്ച് നടക്കുക. പിന്നെ പറയുന്നതൊക്കെ എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ മേലാത്ത ഡയലോഗ് അമ്മ പറയുന്നത്. ഇങ്ങനെ ആടി എന്തൊക്കെയാ ചെയ്യുമെന്ന് പറയും. അപ്പൊ അവൾ നന്നായി ആഹാരം കഴിക്കുമായിരുന്നു, കാരണം അമ്മ നല്ല കുക്ക. വയറു നിറയെ ആഹാരം കഴിക്കുന്ന കുട്ടിയോട് അവൾ നന്നായി കഴിച്ചാൽ അമ്മ പറയുന്നതിനറിയോ, എടി വെട്ടി തിന്നാനല്ലാതെ ഒരക്ഷരം പഠിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അന്ന് തൊട്ട് ആഹാരം നന്നായി കഴിക്കുന്നത് നിർത്തി. അവളുടെ നടപ്പിനെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ അവൾ നടപ്പ് നിർത്തി, ഡാൻസ് നിർത്തി, ആരോടും മിണ്ടാതെ പക്ക ഇൻട്രോവേർട്ട് ആയിട്ട് ആ മുഖം കണ്ടാൽ തന്നെ എന്തോ രോഗം ബാധിച്ച കുഞ്ഞിനെ പോലെ ആയി മാറി. പക്ഷെ ആ അമ്മയും അപ്പനും ഇരുന്ന് ആ പെൺകുഞ്ഞിന്റെ ജന്മം മുതലുള്ള കഥകൾ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഡിസ്ലെക്സിയ പോലെയുള്ള എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി കുഞ്ഞിന് കാണും, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം, നമുക്കതൊന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ തല്ലിയിട്ടും കൊന്നിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. ആ കുഞ്ഞിന്റെ ബ്രെയിൻ വയറിങ്ങിനുള്ള പ്രയാസമാ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തേ മതിയാകൂ. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്, ആണോ അങ്ങനെയാണോ, കാരണം അവരുടെ വീട്ടിൽ ആർക്കും പ്രശ്നമില്ല, എല്ലാവരും ഹൈലി എഡ്യൂക്കേറ്റഡാ. അപ്പൊ ഈ ഒരു കുഞ്ഞിന് മാത്രം എന്താ ഇങ്ങനെ, അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷേ സമയമെടുത്ത് ആ കാര്യം മനസ്സിലാക്കി ഡിസ്ലെക്സിയ ആണെന്ന് ഉറപ്പാക്കി കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ ഒരു മൃഗത്തെ തല്ലുന്നത് പോലെ ഞാൻ എൻ്റെ മോളെ തല്ലിയിട്ടുണ്ട്. അവളായതുകൊണ്ടാ ആത്മഹത്യ ചെയ്യാഞ്ഞത്, അവളായതുകൊണ്ടാ ഇറങ്ങിപ്പോകാഞ്ഞത്, അതുപോലെ ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടുണ്ട് സാറേ, എൻ്റെ സങ്കടം കൊണ്ടാ. ഒരക്ഷരം എഴുതാൻ പറഞ്ഞ തല തിരിച്ചെഴുതുന്ന ഇവളെയൊക്കെ അവൾ അഹങ്കാരിയാണെന്നോ ലേസി ആണെന്നോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറേ, ഒത്തിരി തല്ലിയിട്ടുണ്ട്. എൻ്റെ വാശിയും ദേഷ്യവും കാണുമ്പോൾ, എൻ്റെ കരച്ചിൽ കാണുമ്പോൾ എൻ്റെ ഭർത്താവും ആ കുഞ്ഞിനെ മൃഗത്തെ പോലെ തള്ളിയിട്ടുണ്ട് സാറേ, തല്ലിയിട്ടുണ്ട്. എൻ്റെ മുമ്പിലിരുന്ന അമ്മ ആ കുഞ്ഞിൻ്റെ 2 കരങ്ങളിലും പിടിച്ചുകൊണ്ട് ആ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ ഐ എം സോറി, മോളെ ഐ എം റിയലി സോറി, എനിക്ക് അറിയില്ലായിരുന്നു മോളെ ഇങ്ങനെ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആണ് നിനക്കെന്ന്, നീ ഒരു ഉഴപ്പിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ അമ്മ അവിടുന്ന് സോറി പറഞ്ഞു. എന്നിട്ട് കുഞ്ഞിനെ വെളിയിലേക്ക് ഇറക്കിയിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് 2 പേരും ദൈവം അനുവദിച്ച് നല്ല ജോലിയുണ്ട്, ആവശ്യത്തിന് പണം ദൈവം തന്നിട്ടുണ്ട്, ഇവളെ എവിടെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യണമെങ്കിലും ഞങ്ങൾ ചെയ്യാം, അത് മാത്രമല്ല സാറ് പറയുന്നതനുസരിച്ച് ഞാൻ എന്തു ചെയ്യണം അതുപോലെ ചെയ്യാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ സമയത്തിൽ നല്ലൊരു ഭാഗം ഈ കുഞ്ഞിന് വേണ്ടി മാറ്റിവെക്കണം. ഡിസ്ലെക്സിക് ആയ കുഞ്ഞിനെ പഠിപ്പിക്കാൻ കഴിയും, പക്ഷെ കുറച്ച് സ്ലോ പ്രോസസ് ആണേ ഉള്ളൂ. നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്കുള്ള ട്രെയിനിങ് തരാം, നിങ്ങൾ പഠിപ്പിച്ചാൽ മതി. ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ആ സംഭവം അങ്ങ് ചുരുക്കട്ടെ. ഒന്നിനും കൊള്ളുകേടെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയ ആളുകൾ, ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞ്, അപ്പനും അമ്മയും വഴക്ക് പറഞ്ഞ്, എന്തു പറഞ്ഞാലും തലേക്കാരാത്ത പെൺകുട്ടി എന്ന് പറഞ്ഞ് ലേബൽ ചെയ്ത പെൺകുട്ടി, ദൈവം സഹായിച്ചു കേട്ടോ. അമ്മ ചെയ്തത് എന്താണെന്നറിയാമോ? പിറ്റേ ദിവസം തന്നെ അമ്മ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. ആ പെൺകുട്ടിക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവനും മാറ്റിവെച്ചു. അതാണ് ഇൻറ്റിമസി. അമ്മ പറഞ്ഞു, എൻ്റെ ജീവിതം ഇനി എൻ്റെ മോക്ക് വേണ്ടിയാ സാറേ, അവളുടെ കാല് പിടിച്ച് ഞാൻ കരയും,
എൻ്റെ കണ്ണുനീര് കൊണ്ട് അവളുടെ കാല് തുടയ്ക്കും, എന്നാലും പാപം പ്രായശ്ചിത്തമാവില്ല. ദൈവത്തോട് എല്ലാ രാവും പകലും ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കും, ദൈവമേ ക്ഷമിക്കണേ, എൻ്റെ കുഞ്ഞിനോടാ ഞാൻ ഇങ്ങനെ ചെയ്തത്. അമ്മ അത് തിരിച്ചറിഞ്ഞു, അപ്പനും കൂടെ നിന്നു. ആ വീട്ടുകാരെല്ലാം ഈ കുഞ്ഞിന്റെ പിറകിൽ നിന്നു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് ലോകം വിചാരിച്ചിരുന്ന, അപ്പനും അമ്മയും വിചാരിച്ചിരുന്ന വലിയ വിജയം കൊയ്തെടുക്കാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരുപക്ഷെ ഡിസ്ലെക്സിക്കായ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല, പഠിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ള സ്ലോ ലേണേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ കുടുംബത്തിൽ ആ ഇൻറ്റിമസി ഒന്ന് ബിൽഡ് ചെയ്താൽ, നിങ്ങളുടെ ആ ബന്ധം ഒന്ന് സ്ട്രെങ്തൻ ചെയ്തെടുത്താൽ, നിശ്ചയമായും പരാജയപ്പെടാൻ സാധ്യതയുള്ള കുഞ്ഞിനെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും വേണ്ടത് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടിനേക്കാൾ അവർക്ക് വേണ്ടത് വെളിയിൽ നിന്നുള്ള സപ്പോർട്ടാണ്. നിർഭാഗ്യവശാൽ പിള്ളേരെല്ലാം ഫ്രണ്ട്ഷിപ്പിന്റെ പിറകെ ഓടുകയാണ്, പ്രണയത്തിന്റെ പിറകെ ഓടുകയാണ്. അതുകൊണ്ട് വരുന്ന വലിയ വിപത്തുകളെ കുറിച്ച് വളരെ പെട്ടെന്ന് ഞാൻ 1-2 കാര്യം പറയാം. അങ്ങനെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പിണങ്ങരുത്. എല്ലാ ദിവസവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ നല്ലതാണ്, ടെക്നോളജി എല്ലാം ദൈവം തരുന്നതാണ്. പക്ഷേ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ലെങ്കിൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഈസ് 4 times more than ഡ്രഗ് അഡിക്ഷൻ. കഞ്ചാവും കള്ളും ആളുകൾ അതിന് അഡിക്റ്റഡ് ആകുന്നതിനേക്കാൾ ഏറെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ അഡിക്റ്റഡ് ആകുന്നത് മീഡിയയ്ക്കാണ്. അതൊന്ന് ഓർത്തോണം. ടെക്നോളജിക്കാണ്. അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചേ മതിയാകൂ. കണ്ണിന്റെ കാഴ്ച മാത്രമല്ല, ഭ്രാന്തമായി പ്രതികരിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ നാളുകളിൽ കാണാനായിട്ട് പറ്റും. മൊബൈൽ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അവർ തല ചെന്ന് ഭിത്തിയിൽ ഇടിച്ച് എന്തും ചെയ്യുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ. അഡിക്ഷനാണ്. അവരെ വളരെ വൈസായിട്ട് ഹാൻഡിൽ ചെയ്യണം. ആരുടെയെങ്കിലും സഹായം വേണ്ടി വന്നാൽ തേടണം. ആ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒത്തിരി മന്ത്രങ്ങളുണ്ട്, ലോകം പഠിപ്പിക്കുന്ന മന്ത്രാസ്. അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒന്ന് ഇതാണ്, ജസ്റ്റ് ഡു ഇറ്റ്. എന്താണ് നിനക്ക് മനസ്സിൽ തോന്നുന്നത് അത് ചെയ്തോളൂ. അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്തുനിന്ന് ഞാൻ എടുത്ത ഒരു ഫോട്ടോ ആണ്. ചുമ്മാ അതങ്ങ് ചെയ്യ്. നോക്കണേ, രാകേഷും രേണു എന്ന് പറഞ്ഞ 2 RJ-മാര്, റേഡിയോ ജോക്കി. ഞാനും ഒരു RJ, റെജി ജേക്കബ്. എൻ്റെ ഇതിലും ഷോർട്ട് ഫോം RJ എന്നായിരുന്നു കേട്ടോ. ഞാൻ റേഡിയോ ജോക്കി അല്ല, റെജി ജേക്കബാണ്. 2 റേഡിയോ ജോക്കിമാര് പുരുഷൻ നീട്ടി വളർത്തിയ മുടിക്കുത്തിൽ പിടിച്ചുകൊണ്ട് സുന്ദരിയായ രേണു പിറകിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ചുമ്മാ അതങ്ങ് ചെയ്യ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിന്റെ മനസ്സിൽ തോന്നുന്നത് എന്താ അത് ചെയ്യ്. അപ്പൊ ഒരു പക്ഷെ പറഞ്ഞു കാണും, അങ്കമാലി ബസ് സ്റ്റാൻഡാ, സോ വോട്ട്, ആളുകൾ കാണുന്നുണ്ട്, അതിനെന്താ, നിനക്കിഷ്ടമുള്ളത് ചെയ്യ്. നടു റോട്ടിൽ നിന്നുകൊണ്ട് ചുംബന സമരം നടത്താൻ പോലും മടിയില്ലാത്ത ഒരു തലമുറയാണ് നമ്മുടെ തലമുറ എന്ന് ഓർക്കുമ്പോൾ ഓർത്തോണം, ഇത് കുഞ്ഞുങ്ങളിലേക്ക് എങ്ങനെയാണ് അടിച്ചേൽപ്പിക്കുന്നത്. യെസ്റ്റർഡേ യു സെഡ് ടുമോറോ, കീപ് കാം ആൻഡ് ജസ്റ്റ് ഡു ഇറ്റ്. എവറി ഡാം ഡേ ജസ്റ്റ് ഡു ഇറ്റ്. ഇന്നലെ നീ പറഞ്ഞു ഇന്നാന്ന്, 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നീ പറഞ്ഞു 8ാം ക്ലാസ്സിൽ എത്തി, കുമാരനായി, കുമാരിയായി, കൗമാരപ്രായം. ഇന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാനാ? ബോറടി മാറ്റണ്ടേ? അതിനാ ഒരു പടി കൂടി അവർ കടന്നു, അഡ്വർടൈസ് ചെയ്തു, ഡോണ്ട് തിങ്ക്, ജസ്റ്റ് ഡു ഇറ്റ്. ഇന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നതാ, മോനെ ചിന്തിക്കരുത്, ചിന്തിച്ചാൽ ഇതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പ്രണയം തോന്നുന്നുണ്ടോ? ചുമ്മാ പറഞ്ഞു. ഒരു ദിവസം നേരത്തെ പറഞ്ഞില്ലെങ്കിൽ ആ പെൺകുട്ടിയെ നിനക്ക് നഷ്ടമാകും, അതുകൊണ്ട് ചുമ്മാ പറ. പോയാൽ ഒരു വാക്ക്, കിട്ടിയാൽ ഒരു പെണ്ണല്ലേ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയം, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ കൂട്ടുകാർ നമ്മളെ തള്ളിവിടുമ്പോൾ ഓർത്തോണം, പണ്ട് നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ പഠിപ്പിച്ചത് തിങ്ക് ട്വൈസ് ബിഫോർ യു ലീപ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ കുറഞ്ഞത് 2 വട്ടമെങ്കിലും ചിന്തിക്കണമെന്ന് പഠിപ്പിച്ച ആ കാലം പോയിട്ട് ചിന്തിക്കാതെ ചെയ്തുകൊള്ളൂ, ചാടി പ്രവർത്തിച്ചുകൊള്ളൂ എന്ന് പറയുന്ന ഒരു തലമുറയിലേക്ക്, ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു. അവിടെ നിന്നും ഇവര് മുന്നോട്ട് പോയി. ഇപ്പോഴിങ്ങനെയാണ്, YOLO, YOLO എന്ന് പറഞ്ഞാൽ യു ഓൺലി ലിവ് വൺസ്. നീ ഒരിക്കലേ ജീവിക്കൂ, ഒരായുസേ ഉള്ളൂ. അത് സത്യമാകട്ടോ. അതുകൊണ്ട് പിന്നെ പറയുന്നത് എന്താണെന്നറിയാമോ? ജസ്റ്റ് ഡു ഇറ്റ്. ചുമ്മാ ചെയ്തു. എന്ത് ചെയ്യണം അത് ചെയ്തു. ഡാഡിയും മമ്മിയൊക്കെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് നീ അറിയാഞ്ഞിട്ടാ. അവരിപ്പം നല്ല കുട്ടികളൊക്കെയാ, നല്ല പോലെ പ്രാർത്ഥിക്കുകയൊക്കെയാണ്. പക്ഷേ അവരുടെ പഴയ ചരിത്രം നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് നീയും ഈ യൗവന കാലത്ത് ആസ്വദിച്ചോ, പിന്നീട് നിനക്ക് മാനസാന്തരപ്പെടാം, സ്വഭാവം മാറ്റാം എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന ധാരാളം ആളുകൾ ഒരു പക്ഷേ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകും. കോടിക്കണക്കിന് ബിസിനസ് നടത്തുന്ന നൈക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആഡാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഗാരി ഗിൽമോർ എന്ന് പറയുന്ന പോർട്ട്ലൻഡിൽ ജനിച്ച ഒരു മനുഷ്യൻ, അവന്റെ കുത്തഴിഞ്ഞ ജീവിതത്തിന്റെ ഒടുവിൽ പോലീസ് പിടിച്ചു.
ചെറുപ്പക്കാരനായതുകൊണ്ട് അവനെ വെറുതെ വിട്ടിട്ട് പറഞ്ഞു, നിന്നെ കേസ് ഫയൽ ചെയ്യുന്നില്ല, നിനക്ക് വാർണിംഗ് തരുന്നു, ഇനി തെറ്റ് ആവർത്തിക്കില്ലെന്ന് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ നിന്നെ കോടതിയിൽ ഹാജരാക്കുന്നില്ല, നിനക്ക് ശിക്ഷ വിധിക്കാതെ നിന്നെ വെറുതെ വിടാം. അവൻ തലകുലുക്കി പോയി. പക്ഷേ മാസങ്ങൾ കഴിയുന്നതിന് മുമ്പേ അടുത്ത കുറ്റം ചെയ്ത് അവൻ വീണ്ടും പോലീസ് പിടിയിലായി. രണ്ടാം വട്ടവും അവന് മാപ്പ് കൊടുത്തു, അവന്റെ പ്രായത്തെ മാനിച്ച്, അവന്റെ ഭാവിയെ മാനിച്ച്. പക്ഷെ മൂന്നാം വട്ടവും അവനെ പിടിച്ചപ്പോൾ ഓരോ ഘട്ടത്തിലും കൂടിയ തെറ്റ് ചെയ്ത് അവസാനം കൊലപാതകനായി മാറി. പോലീസ് പിടിച്ചു, കോടതി അവനെ വിസ്തരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനിയും ഇവന് മാപ്പ് കൊടുക്കാനായിട്ട് കഴിയില്ല, കാരണം ഇവനെ കണ്ടു പഠിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. മാപ്പ് കൊടുത്തിട്ടും അവൻ പുല്ല് വിലയാണ് തന്നത്. അതുകൊണ്ട് നീതിന്യായ കോടതി അവന് വിധി കൽപ്പിക്കുന്നു, അവനെ തൂക്കിക്കൊല്ലാനായിട്ട്. 15 വർഷത്തിനകത്ത് സ്റ്റേറ്റ്സിൽ നടന്ന ഒരു വിധിയാണ്. ആ കാലഘട്ടത്തിൽ ആ 15 വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരു വിധി നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മീഡിയയിലൂടെ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വാച്ച് ചെയ്ത ഒരു ശിക്ഷയാണ്. ആളുകളെല്ലാം ഇവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പേ, തൂക്കിക്കൊല്ലുകയല്ല, വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പേ അവനെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ട് നിർത്തി നിറതോക്കുമായി വെടിവെക്കാനുള്ള ആളുകൾ ചുറ്റും നിൽപ്പുണ്ട്. അതിനിടയിൽ അവനോട് കൊല്ലുന്നതിന് മുമ്പേ, നമുക്കറിയാം ക്യാപിറ്റൽ പണിഷ്മെന്റ് തരുന്നതിന് മുമ്പ് അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, അന്ത്യ അഭിലാഷം എന്താണ്, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അങ്ങനെ ചോദിച്ചപ്പോൾ ഭ്രാന്തനെ പോലെ അവൻ അലലി പറഞ്ഞത് ഇങ്ങനെയാണ്, ലെറ്റ് us do it. അവനെ കാണുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്, അവരോട് അവൻ പറയാതെ പറയുകയാണ്, എന്നെ മാത്രമേ പോലീസ് പിടിച്ചുള്ളൂ, എന്റെ കൂടെ നിൽക്കുന്ന അനേക ചെറുപ്പക്കാര് നിങ്ങൾ വെളിയിലാണ്, നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം നമുക്ക് ചെയ്യണം, നടപ്പാക്കണം. എന്റെ ശരീരം മരിച്ചാലും മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് ചെയ്തെടുക്കാം, ലെറ്റ് us do it. നമ്മൾ വിചാരിച്ചതുപോലെ ഈ ലോകത്തെ നശിപ്പിക്കാനുള്ള പദ്ധതികൾ, ജീവിതം ആസ്വദിക്കാനുള്ള പദ്ധതികൾ നമുക്ക് നടപ്പാക്കണം, ലെറ്റ് us do it. ഇത് മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരുന്ന അഡ്വർടൈസിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ ചെറിയൊരു മാറ്റം വരുത്തിയതാണ്, ജസ്റ്റ് ഡു ഇറ്റ്. ഇന്ന് ലോകത്തെ ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്ന വലിയ ഒരു മന്ത്രമായി അത് മാറി, ഒരു ക്യാപ്ഷനായി അത് മാറി. ആളുകൾ ആവേശത്തോടെ തോന്നുന്നത് ചെയ്യാൻ ഇറങ്ങാൻ പിൻപിൽ നിൽക്കുന്ന ഒരു ശക്തിയാണിത്. നമുക്കറിയാം, ഇന്ന് ഗെയിമിന് അടിമകളാണ്. പോക്കിമാൻ ഗോയിൽ തുടങ്ങിയതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അത് ബ്ലൂ വെയിലിലൂടെ മുന്നോട്ട് പോയി. സൂയിസൈഡൽ ഗെയിം മാറി വന്നു. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് മാത്രം ആ കുഞ്ഞുങ്ങൾ തിരിച്ചറിയാൻ വൈകിപ്പോയി. ഇന്ന് ഏതാണ്ട് ഈ നിലയിലെത്തി. നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ മീറ്റിംഗ് ഇന്ന് കഴിയുമ്പോൾ ഈ പാസ്റ്റേഴ്സ് എല്ലാം കൂടി നിങ്ങൾക്ക് ഈ ഹോട്ടലിൽ നിന്ന്, ഇപ്പൊ കാണുന്ന ഒരു ഹോട്ടലിന്റെ ചിത്രമാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതല്ല, ലോകത്തിൽ അങ്ങനത്തെ ഹോട്ടലുകൾ ഇന്നും ഉണ്ട്, നിങ്ങൾ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കാണാം. ഈ ഹോട്ടലിൽ നിന്ന് നിങ്ങൾക്ക് ഡിന്നർ തരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ വാങ്ങി സന്തോഷത്തോടെ കഴിക്കുവോ ഇല്ലയോ? ഡിന്നർ കഴിക്കാൻ സമയമായി തണ്ടേ ആ പാത്രത്തിനകത്ത്, ആ തവിക്കകത്ത് ഇങ്ങനെ കോരി നിങ്ങളുടെ പ്ലേറ്റിനകത്തോട്ട് ഇട്ട് തരിക. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. ചിലരൊക്കെ എനിക്ക് കാണാം മൂക്കൊക്കെ ആകപ്പാടെ പൊത്തുന്ന പോലെ. കാരണം നമ്മൾ ഈ ഷേപ്പ് കാണുന്നത് ഒരു പ്രത്യേക സ്ഥലത്താ. ഇത് കാണുമ്പോഴേ നമുക്കൊരു അറപ്പോ ഒരു വെറുപ്പോ ആണ്. ഇതാണ് ഇന്നത്തെ ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന വലിയ അബദ്ധം. ഒരു കാലത്ത് വെറുത്തിരുന്ന പലതിനെയും അവർ ചുംബിക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആലിംഗനം ചെയ്യാൻ അവര് ബോധപൂർവം മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണെന്ന് പോലും അറിയില്ല. ഒരു കാലത്ത് പ്രണയിക്കുന്നത് ഒരു തെറ്റായി വേണ്ട എന്ന് വിചാരിച്ചു. ഞാനത് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാതിരിക്കുന്നത് ശരിയല്ല. ഫോളിങ് ഇൻ ലവ് എന്നാ പറയുക. എന്ന് പറഞ്ഞാൽ അറിയാതെ വീഴുന്നതാണ്. വരുന്നവരെല്ലാം പറയുന്നത് ഇങ്ങനെയാണ്. അങ്കിളെ, ഒരുത്തം വന്ന് എന്നോട് 2 കൊല്ലം മുമ്പ് ഐ ലവ് യു പറഞ്ഞതാ, ഞാൻ പോടാന്ന് പറഞ്ഞവനെ ഓടിച്ചു. പക്ഷെ 2 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് അവൻ എൻ്റെ പുറകെ നടന്ന് കത്ത് തന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ജെന്യുവിൻ ആയിട്ടുള്ള സ്നേഹമായിരിക്കും. ചില കുട്ടികൾ ബൈബിൾ അറിയാവുന്നവരോട് പറഞ്ഞു, അഗപ്പേ ലവ് ആണെന്ന് എനിക്ക് ഉറപ്പായി അങ്കിളെ. അതുകൊണ്ടാ, അത് നമ്മൾ നിഷേധിക്കരുതല്ലോ. ഇത് ഈറോസ് അല്ല, ഈറോട്ടിക് ലവ് അല്ല. അവൻ എൻ്റെ ഷെയ്ക്ക് ഹാൻഡ് പോലും എനിക്ക് തന്നിട്ടില്ല, സെക്സ് എന്ന് അവൻ പറഞ്ഞിട്ട് പോലും ഇല്ല. അപ്പൊ അവൻ എന്നെയാ വേണ്ടത്, എന്റെ ശരീരം അല്ല. അത്രയും പ്യുവർ ലവ് കണ്ടപ്പോ ഞാൻ വീണു പോയത് അങ്കിളെ. ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞതാ. എന്താണെങ്കിലും കൊള്ളാം, വീണുപോയി എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? വീണിടത്തുനിന്ന് എഴുന്നേക്കുകയല്ലേ? വീണിടത്ത് കിടന്ന് ഉരുളുകയാണോ വേണ്ടത്? അപ്പൊ പ്രണയത്തിലാണെങ്കിലും വീണു പോകാം മനുഷ്യരായതുകൊണ്ട്. വീണാൽ ഉടനെ എഴുന്നേൽക്കാനുള്ള തൻ്റെ ഇടമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇതും കൂടെ നിങ്ങൾ നോക്കിക്കോ. നിങ്ങളെല്ലാം പഠിക്കാൻ ഉപയോഗിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ ഡിക്ഷണറി ഉണ്ടല്ലോ, അല്ല നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ലിമറൻസ് എന്ന വാക്കാണ് ഇന്ന് സൈക്കോളജിസ്റ്റ് എല്ലാം ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ വിട്ടേര്. പ്രണയത്തിന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് നമുക്കറിയാം, ഇൻഫാച്വേഷൻ എന്നാണ്. ആ വാക്കിന്
ഇല്ലസ്ട്രേറ്റഡ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി തരുന്ന മീനിങ് ഞാൻ അതുപോലെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാനായിട്ട് കഴിയും. അഫക്റ്റ് വിത്ത് എക്സ്ട്രീം ഫോളി. ഫോളി എന്ന് പറഞ്ഞാൽ ഫൂളിഷ്നെസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എക്സ്ട്രീം ഫോളി എന്ന് പറഞ്ഞാൽ ആനമണ്ടത്തരം, പമ്പരവിഡ്ഢിത്തരം. അഫക്റ്റ് വിത്ത് എന്ന് പറഞ്ഞാൽ ബാധിക്കുക. പ്രേതം കൂടി എന്നൊക്കെ പറയുന്ന പോലെ മണ്ടത്തരത്താൽ ബാധിച്ച ആളാണ് പ്രണയിക്കുന്ന ആള്. പ്രണയത്തിൽ വീണിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയാൻ മേല, എന്നോട് പിണങ്ങരുത്. ലോകം അംഗീകരിച്ച ഡിക്ഷണറി പറയുകയാണ്, നിങ്ങൾക്ക് മരമണ്ടത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ഒരു മരമണ്ടനാണ്, മരമണ്ടിയാണ് എന്നാ പറയുന്നത്. നിങ്ങൾ യു ആർ ഫോളിഷ് എന്നാണ് ഡിക്ഷണറി പറയുന്നത്. ഒരു നാടൻ ഡിക്ഷണറിയിലെ മീനിങ് ആണ് അടുത്തത്. ഫെയിൽഡ് വിത്ത് ആൻ അൺറീസണബിൾ ഫീലിംഗ് ഓഫ് ലവ് ഫോർ സമൺ. ആരോടെങ്കിലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വികാര തള്ളലിൽ ഉണ്ടാകുന്ന സ്നേഹം, അതാണ് പ്രണയം. ആ പ്രണയത്താൽ പരാജയപ്പെട്ടു പോയ ആള് എന്നാ പറഞ്ഞേക്കുന്നത്. ആ പ്രണയം തോന്നുന്നത് തന്നെ മണ്ടത്തരമാണ്. ആ തോന്നലിന്റെ പിറകെ പോയാൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളത് ഡിക്ഷണറി, ഒരു നാടൻ ഡിക്ഷണറി പറയുന്നു. ഒരു പടി കൂടെ മുന്നോട്ട് പോകാം. മത്തായി 5:28 പറയുന്നത്, everyone who looks at a woman with lust has already committed adultery. ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവൻ, ഒരു പുരുഷനെ മോഹത്തോടെ എനിക്ക് കിട്ടണം, എനിക്ക് അവന്റെ കൂടെ ജീവിക്കണം എന്ന് ചിന്തയോടുകൂടെ നോക്കുന്നവൾ അവനുമായി അല്ലെ അവളുമായി ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു എന്നാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നത്. അപ്പൊ ബൈബിള് വ്യഭിചാരം എന്ന് പറയുന്നു, ലോകം ഡിക്ഷണറി പറയുന്നു മണ്ടത്തരമാണ്, മരമണ്ടത്തരമാണ്. എന്നാലും നിങ്ങൾ ചോദിക്കും, പ്രണയിച്ച് ജീവിച്ച് ജയിച്ചവരില്ലേ? മണ്ടത്തരം കാണിച്ച് ജീവിച്ചവരില്ലേ? വേശ്യാവൃത്തി നടത്തി ജീവിക്കുന്നവരില്ലേ? അതുപോലെ ജീവിച്ചാൽ മതിയെങ്കിലാകാം. അങ്ങനെ എനിക്ക് പറയാൻ മറുപടി പറ്റൂ. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളാകുന്ന നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, ഒരുപക്ഷെ ഉപദേശിക്കാൻ ചെന്നാൽ അവർ നിന്ന് തരാൻ സാധ്യതയില്ല. ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളെ മാറ്റും എന്ന് തോന്നിയാൽ, പക്ഷെ ഇങ്ങനെ ഒരു പുസ്തകം മേടിച്ച് നിങ്ങൾ ആ മേശപ്പുറത്തിട്ടാൽ മതി, ആ കവർ കാണുമ്പോൾ തന്നെ അവർ ആർത്തിയോടെ എടുത്ത് വായിക്കും. ഈ പുസ്തകം ഞാൻ തന്നെ എഴുതിയതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അത്രയും ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് കാണിച്ചത്. വരുന്ന കേസുകളിൽ കുട്ടികളെ കൊണ്ടുവരാൻ മാതാപിതാക്കൾ ഒത്തിരി ബുദ്ധിമുട്ടാറുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് പറയുന്നവർക്ക് ഈ ബുക്ക് കൊടുത്തിട്ട് അവർ വളരെ വിദഗ്ധമായി ആ മേശപ്പുറത്തോ അല്ലെങ്കിൽ അലക്ഷ്യമായി എവിടെയെങ്കിലും ഇട്ടിട്ട് പിള്ളേർ അപ്പനും അമ്മയും കാണാതെ എടുത്തുകൊണ്ട് പോയി വായിച്ചിട്ട് എന്നെ വിളിച്ച ധാരാളം കേസുകൾ എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ അറിയട്ടെ, നിങ്ങൾ പറയുമ്പോൾ ഒരു ഭീഷണിയുടെ സ്വരം വരാം. നമ്മൾ മാതാപിതാക്കളാ, താങ്ങാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ മരുമോനോ മരുമോളോ ആകുന്ന ആള് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത, അംഗീകരിക്കാൻ മേലാത്തവരാകുമ്പോൾ പ്രയാസം വരും. മനുഷ്യരാണ് നമ്മൾ, ഹ്യൂമനാണ്. എന്നാൽ അവർക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻ മറ്റൊരു രീതിയിൽ കൊടുക്കാൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ നിശ്ചയമായും മാറ്റിയെടുക്കാനായിട്ട് കഴിയും. 3, വൾനറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്റിമസി ബിൽഡ് ചെയ്യാൻ, കുടുംബ ബന്ധങ്ങൾ ആഴത്തിലുള്ളതാക്കാൻ കുറച്ചൊക്കെ വൾനറബിൾ ആകണം. ഇതൊരു നെഗറ്റീവ് വാക്കാണെന്നാണ് പലപ്പോഴും പലരും ചിന്തിക്കുന്നു. വഴങ്ങുന്ന സ്വഭാവം. പെൺപിള്ളേരോടൊക്കെ നമ്മൾ പറയുന്ന മക്കളെ ആർക്കും വഴങ്ങരുതെന്നാണ്. പക്ഷെ വീടിനകത്ത് നമ്മളൊക്കെ വഴങ്ങുന്നവരാണ്, അങ്ങനെ ആകണം. ഭാര്യ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇഷ്ടമില്ലെങ്കിലും വഴങ്ങിക്കൊടുക്കണം ഭർത്താവ്. ഭർത്താവ് എന്തെങ്കിലുമൊക്കെ കടുമുടാന്ന് പറഞ്ഞാലും ഭാര്യ എന്ത് ചെയ്യും? താണുകൊടുക്കണം, വഴങ്ങിക്കൊടുക്കണം. കാരണം കുടുംബമാ, നമ്മൾ ഒന്നാ. അതുകൊണ്ടാണ് എന്തെല്ലാം തെറ്റ് മക്കൾ ചെയ്താലും ക്ഷമയോടെ അപ്പനും അമ്മയും വഴങ്ങിത്തരുന്നത്. അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നത്, പ്രത്യേകിച്ച് ബ്രൗൺ എന്ന മനുഷ്യൻ പറയുന്നത്, വൾനറബിലിറ്റി ഈസ് അബൌട്ട് ഹാവിംഗ് ദ കറേജ് ടു ഷോ അപ്പ് ആൻഡ് ടു ബി സീൻ. നമ്മളെ തുറന്നു കാണിക്കാൻ, നമ്മളെ ആരെങ്കിലും അകവും പുറവും കാണാൻ വന്നാൽ ഒളിഞ്ഞു നോക്കണ്ട, നേരിട്ട് വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞ് പെർമിഷൻ കൊടുക്കാനുള്ള തൻ്റെ ഇടമാണ് വൾനറബിലിറ്റി. അത് വേണം കുടുംബജീവിതം സക്സസ്ഫുൾ ആകണമെങ്കിൽ. There can be no intimacy without vulnerability. ഈ ഒരു പ്രത്യേക വഴങ്ങുന്ന സ്വഭാവം ഇല്ലെങ്കിൽ ഇന്റിമസി ഇല്ല. ആരെങ്കിലും അടുക്കാൻ വരുമ്പോൾ നമുക്ക് തടയിടാൻ എളുപ്പമാ, ഒറ്റ നോട്ടം മതി, ആരും മനസ്സ് തുറന്ന് പറയാൻ നമ്മുടെ അടുത്ത് വരില്ല. പക്ഷെ ചില ആളുകളുടെ മുഖത്തെ പുഞ്ചിരി കണ്ടാൽ നമുക്കെല്ലാം തുറന്നു പറയാൻ തോന്നും, ഒരു സ്നേഹം തോന്നും, ഒരു അടുപ്പം തോന്നും. ചില ആളുകൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴും ആ മുഖത്തോട് നോക്കിയാൽ വെട്ടാൻ വരുന്ന പോലെ, കൊല്ലാൻ വരുന്ന പോലെ, തീക്കാത്തിരുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറ. ആ ദൈവത്തിന്റെ സ്നേഹം വരുമ്പോഴേ സക്കായി പറഞ്ഞതുപോലെ, ദൈവമേ ഞാൻ പാവിയാണ്, അന്യായമായി വാങ്ങിച്ചത്, നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും നിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ ഇതൊക്കെ എനിക്ക് അറിയാൻ പറ്റി, ക്ഷമിക്കണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ വരട്ടെ, നമ്മുടെ പ്രായമുള്ളവർ വരട്ടെ. അതുകൊണ്ട് ഒരല്പം വൾനറബിൾ ആകാൻ നമ്മൾ തോറ്റു കൊടുക്കുകയല്ല,
നമ്മൾ പരാജയപ്പെടുകയല്ല, വഴങ്ങിക്കൊടുക്കുക വഴി കുടുംബത്തിനകത്ത്. പക്ഷെ നാട്ടിലെല്ലാം വഴങ്ങിക്കൊടുക്കരുത് കേട്ടോ. ആരെങ്കിലും വെളിയിൽ നിന്ന് വന്ന് നമ്മുടെ പെൺകുട്ടികളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ വഴങ്ങരുത്, അത് വേറെ വിഷയം. പക്ഷെ വീടിനകത്ത് മാതാവോ പിതാവോ സഹോദരങ്ങളോ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അത് ദൈവകൃപയിലാണെങ്കിൽ, നന്മയാണെങ്കിൽ, തിരുവചന പ്രകാരമാണെങ്കിൽ ഒരല്പം താണു കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ലെന്ന് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 5 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു. ആസ്ക് ഫോർ വാട്ട് യു നീഡ്. ഇന്റിമസി ഉള്ളിടത്തെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ചോദിക്കുള്ളൂ. ചെറിയ കാര്യമായിരിക്കും. എടി എന്റെ തലയിൽ ഒന്ന് മാന്തി തരുമോ, ചൊറിഞ്ഞു തരുമോ, എന്റെ പുറം ഒന്ന് ചൊറിഞ്ഞു തരുമോ, എന്റെ കാലിലെ നാക്കം. സിമ്പിൾ കാര്യമാ. പക്ഷെ ചിലർക്ക് അത് പറയാനായിട്ട് പേടിയാ. ബി വില്ലിംഗ് ടു എക്സ്പോസ് യുവർ ഫീലിങ്സ്. നിങ്ങളുടെ വികാരങ്ങളെ തുറന്നു കാണിക്കാൻ. എല്ലാവരുടെ അടുത്തുമല്ല, മക്കളുടെ അടുത്തും കുറെയൊക്കെ ആകാം. എന്നാൽ ആ ഇന്റിമസിയുടെ അൾട്ടിമേറ്റ് ആയിട്ട് ഭാര്യയുടെയും ഭർത്താവിന്റെയും മുമ്പിൽ നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങളെ, വിചാരങ്ങളെ ഉള്ളു മുഴുവനും തുറന്നെടുത്ത് കയ്യിലോട്ട് കൊടുക്കാൻ, ആ റിസ്ക് എടുക്കാൻ നമ്മൾ മനസ്സ് വെക്കണം. സേ വാട്ട് യു വോണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മറച്ചു വെക്കാതെ പറയണം. എക്സ്പ്രസ് വാട്ട് യു റിയലി തിങ്ക്. നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്, ചിന്തിക്കുന്നത്, അത് തുറന്നു പറയണം. മറച്ചു വെച്ചിട്ട് പോളിഷ് ചെയ്ത് പറയരുത്. സഭയിൽ ഒരുപക്ഷെ അങ്ങനെ പറയേണ്ടി വരും. എന്നാൽ കുടുംബത്തിനകത്ത് പച്ചയ്ക്ക് തുറന്നു പറയണം. ഒരാളെ മോശക്കാരനാക്കാൻ വേണ്ടിയുള്ള ശ്രമമല്ല, ഹൃദയം പകരാനുള്ള ശ്രമമാണ്. അത് മറ്റുള്ളവർ മനസ്സിലാക്കുകയും വേണം. സ്ലോ ഡൗൺ ആൻഡ് ബി പ്രസന്റ്. സ്പീഡ് കൂടുതലാണ് ഒരാൾക്കെങ്കിലും ഒരല്പം മെല്ലെ നടക്കണം. കുട്ടികൾ കൂടെ വരട്ടെ, ഭാര്യ കൂടെ കൈപിടിച്ച് വരട്ടെ. നമുക്ക് ഒരുമിച്ച് പോയി ഗോൾ അടിക്കാം, നമുക്ക് ഒരുമിച്ച് നിത്യതയിലേക്ക് പോകാം. അതിനുള്ള സ്ഥലമാണ് നമ്മുടെ കുടുംബം. അങ്ങനെ ഒരു ഇന്റിമസി ബിൽഡ് ചെയ്യാൻ 4ാമതും അവസാനമായി നമുക്ക് വേണ്ട ഒരു ഗുണമാണ് റെസിപ്രോസിറ്റി. എന്ന് പറഞ്ഞാൽ അന്യോന്യം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സ്വഭാവം. ലോകത്തെ നിലനിർത്തുന്നത് ഈ സ്വഭാവമാണ്. നമുക്കറിയാം, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം പറ്റിയിട്ടുണ്ടെങ്കിൽ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, സാറേ എൻ്റെ കല്യാണത്തിന്, എൻ്റെ മോടെ കല്യാണത്തിന്, അല്ലെ എൻ്റെ കുടുംബത്തിലെ കല്യാണത്തിന്, എൻ്റെ ഹൗസ് വാമിങ്ങിന് ഇന്നയാൾ വന്നപ്പോൾ എനിക്കൊരു സമ്മാനം തന്നതാ, അതുകൊണ്ട് അയാളുടെ മോടെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്, പോയേ പറ്റൂ, എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. കാരണം നമുക്കൊരു ഒബ്ലിഗേഷൻ കിടക്കുക. ആ ഒരു ചിന്തയാണ് നമ്മെ നിലനിർത്തുന്നത്. അത് കുടുംബത്തിനകത്തുണ്ടാകണം. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത് ഇത്രയും പാടുപെട്ട് എന്നെ നൊന്ത് പ്രസവിച്ച് എന്നെ വളർത്തി എന്നെ ഇത്രയും ആക്കിയതാ. ഞാൻ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റണം. അതെൻ്റെ കടമയാണ്. ആ റെസിപ്രോസിറ്റി, അതിന് വില കൊടുക്കണം. റെസ്പോണ്ടിങ് ടു എ പോസിറ്റീവ് ആക്ഷൻ വിത്ത് അനദർ പോസിറ്റീവ് ആക്ഷൻ. അപ്പനും അമ്മയും നമ്മോട് കാണിക്കുന്ന പോസിറ്റീവായ ഒരു ആക്ഷന് മറുപടിയായി നമ്മൾ ഒരു പോസിറ്റീവ് ആക്ഷൻ അങ്ങോട്ട് കൊടുക്കുന്നു, നന്ദിയുടെ പ്രകടനമായി. കർത്താവിനോടും നമ്മൾ കാണിക്കുന്ന അതാ. കർത്താവേ, നീ എന്നോട് കാണിച്ച കരുണയെ ഓർക്കുമ്പോൾ. മനോഹരമായി ദൈവദാസന്മാർ പാടിയല്ലോ ഇതിന്റെ ആരംഭത്തിൽ ഹൃദയസ്പർശിയായ ഗാനം. കർത്താവേ, നീ എന്നോട്, എൻ്റെ കുടുംബത്തോട് കാണിച്ച കരുണയെ ഓർക്കുമ്പോൾ നിന്നെ സ്നേഹിക്കാതിരിക്കാൻ, നിനക്ക് സ്തോത്രം അർപ്പിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ. ദാറ്റ്സ് സോ സ്വീറ്റ്. റിവാർഡിങ് കൈൻഡ് ആക്ഷൻസ്. നല്ല കാര്യങ്ങൾ ആര് നിങ്ങളുടെ വീട്ടിൽ ചെയ്താലും അതിന് റിവാർഡ് കൊടുക്കണം. ഒന്നുകിൽ ഒരു നല്ല വാക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ യു ആർ ലേണിംഗ് ടു സെലിബ്രേറ്റ് യുവർ ഡിഫറൻസസ്. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെ അല്ല ദൈവം സൃഷ്ടിച്ചേക്കുന്നത്. വ്യത്യസ്തരായി ചിന്തിക്കുന്ന 2 പേരാണ് ഭാര്യയും ഭർത്താവും എങ്കിൽ, നിങ്ങളുടെ വീട്ടിലുള്ളവരെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിയും. 1-2 ഡിഫറൻസസ് മാത്രം വളരെ പെട്ടെന്ന് തരാം. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആഴത്തിൽ പഠിക്കണം സമയം കിട്ടുമ്പോൾ. കണ്ണിനകത്ത്, കാഴ്ചപ്പാടിനകത്ത്, കാഴ്ചശക്തിയിൽ ദൈവം വലിയ അന്തരമാണ്. ഞാൻ ഒരു കാര്യം ആരംഭത്തിൽ പറഞ്ഞു, നാവിന്റെ നീളക്കൂടുതൽ അത് തിന്മയല്ല കേട്ടോ. കഴുത്തിന് ചുറ്റും നാവാണെന്ന് ചോദിച്ച് പരിഹസിക്കാനല്ല, നല്ല കാര്യമാണ്. നാവ് ഉള്ളത് കൊണ്ടാണ് ആ കുടുംബത്തിൽ ബന്ധങ്ങളൊക്കെ നിലനിർത്താനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നാം ഒന്നറിഞ്ഞിരിക്കണം, കണ്ണിന്റെ കാഴ്ചയിൽ ടണൽ വിഷനാണ്, ലോങ് ഡിസ്റ്റൻസ് ടണൽ വിഷനാണ് പുരുഷന്. ഒരു PVC പൈപ്പ് വെച്ച് 1 ഇഞ്ച് അല്ലെ 1.5 ഇഞ്ച് ഒരു പൈപ്പ് വെച്ച് നോക്കുന്നത് പോലെ ഒരു പ്രത്യേക പോർഷൻ ശരിക്ക് കാണാം, പക്ഷെ അതിനപ്പുറത്ത് പെരിഫറൽ വിഷൻ ഇല്ല. സ്ത്രീക്കാണെങ്കിൽ വൈഡർ പെരിഫറൽ വിഷൻ. അതുകൊണ്ടാണ് ഈ ഒളിഞ്ഞു നോട്ടത്തിനും തുറിച്ചു നോട്ടത്തിനും ഒക്കെ പിടികൂടുന്നത് മിക്കവാറും പുരുഷനെയാണ്. ഈ കുഴൽ വെച്ച് സൂക്ഷിച്ചു നോക്കുമ്പോൾ തുറിച്ചു നോക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ ഏതാണ്ട് 180 ഡിഗ്രിക്കകത്തുള്ളത് കാണാൻ കഴിയും നേരെ നിന്നാൽ. അതുകൊണ്ട് അവർ നേരെ നോക്കിയാൽ ഒളിഞ്ഞു നോക്കുന്നതോ തുറിച്ചു നോക്കുന്നതോ തിരിച്ചറിയാൻ കഴിയത്തില്ല. അവരെല്ലാം കാണുന്നുണ്ട്, പക്ഷെ അവർ പിടിക്കപ്പെടാറില്ല. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചേക്കണം. വേറെ ഒരു വലിയ വ്യത്യാസം കൂടെ ഞാൻ പറയട്ടെ. ഷോപ്പിങ്ങിന് പോകുമ്പോഴാണ്
കണ്ണിനകത്ത് ഈ പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് 10 ലക്ഷത്തിലധികം കോൺ ഷേപ്ഡ് സെൽസ്, റോഡ് ഷേപ്ഡും കോൺ ഷേപ്ഡും ആണല്ലോ നമ്മുടെ കണ്ണിന്റെ അകത്തുള്ള സെൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ കോൺ ഷേപ്ഡ് സെൽസ് ആണ് കളർ വേരിയേഷൻ അറിയാൻ സഹായിക്കുന്നത്. പുരുഷന് കൊടുത്തിരിക്കുന്നതിനേക്കാൾ 10 ലക്ഷത്തിലധികം കോൺ ഷേപ്ഡ് സെൽസ് ആണ് ഒരു സ്ത്രീക്ക് ദൈവം കനിഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് സാരിയുടെ മുണ്ടാണി കിട്ടിയാൽ മതി, അതേ പിടിച്ചുകൊണ്ട് 1.5 മണിക്കൂർ സംസാരിക്കാൻ ഒരു പ്രശ്നവുമില്ല. കാരണം ആ കളർ കാണുമ്പോഴേ അവരുടെ മനസ്സ്. അതുകൊണ്ട് വല്ലപ്പോഴും ഷോപ്പിങ്ങിന് പോകുന്നത് നല്ലതാണ്. പക്ഷെ ഇപ്പൊ കോവിഡ് ആണ്, ശ്രദ്ധിക്കണം, അങ്ങനെ പോകരുത്. എന്നാൽ ഇത് കഴിയുമ്പോൾ ഒന്ന് ഇറങ്ങുന്നത് നല്ലതാണ്. എവിടെയെങ്കിലും ഒരു മാറ്റം വേണോ? ഈ കേട്ട 4 കാര്യങ്ങളിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടോ എന്നറിയാൻ ഒരു ടെസ്റ്റ് കൂടെ നടത്തി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. 4 വരികൾ ഞാൻ എഴുതി കാണിക്കാം. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് ABCDF, ഈ എഫ് എന്ന് പറഞ്ഞ അക്ഷരം, ഫാദർ എന്ന് തുടങ്ങുന്ന ആദ്യത്തെ അക്ഷരം എഫ്, എത്ര പ്രാവശ്യം ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. ഫൈൻഡ് ഔട്ട് ഹൗ മെനി ടൈംസ് എഫ് ഈസ് റിപ്പീറ്റഡ്. കുറച്ച് സമയമേ ഉള്ളൂ, ആ സമയം കഴിയുമ്പോൾ ഞാൻ അത് മാറ്റും. എണ്ണിക്കോ, എത്ര എഫ് കണ്ടാലും എണ്ണാം. ഫാദർ എന്ന് തുടങ്ങുന്ന എഫ്, എഫ് ഫോർ ഫാദർ. ഹൗ മെനി എഫ്സ് ആർ ദേർ ഓർ ഹൗ മെനി ടൈംസ് എഫ് ഈസ് റിപ്പീറ്റഡ്? വായിക്കുന്നവർക്കൊക്കെ ഉത്തരം പറയാം. ആദ്യം പറയുന്നവർക്ക് ആദ്യം പറയാം. 4 വരിയല്ലേ ഉള്ളൂ. എഫ് അല്ലേ, ഏത് LKG കുട്ടിക്ക് പോലും അറിയാം. 6 ടൈംസ്, 6. ഒരു ഉത്തരം കിട്ടി. താങ്ക് യു. ആദ്യത്തെ ഉത്തരത്തിന് നന്ദി. അത്രേ ഉള്ളോ അതോ അതിൽ കുറവാണോ? അടുത്ത ആൾക്ക് പറയാം. എന്തോ 7. ഒന്നുകൂടെ കൂട്ടി 7. കൊള്ളാം. അതെ, 8, 9. ഇത് ലേലം വിളിയല്ല. 8 ആണോ? 9 ആണോ? അത്രേ ഉള്ളോ? 9 വരെ ഉള്ളോ? ഇനി ഉണ്ടോ? സമയം തീരാൻ പോവാ. 10 ആണോ? ഓക്കെ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, കുഴപ്പിക്കുന്നില്ല. ഇനി പറ, എത്ര എഫ് ഉണ്ട്? ഞാൻ എഫ് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര എഫ് ഉണ്ട്? 10 പറഞ്ഞവർക്ക് എന്റെ അഭിനന്ദനങ്ങൾ, കൺഗ്രാജുലേഷൻ. നിങ്ങൾ പറഞ്ഞാണ് ശരി. നോക്കണേ, 4 തൊട്ട് തുടങ്ങി 6, 7, 8. മറ്റാരെയും ഞാൻ കുറ്റം പറയല്ല കേട്ടോ, കളിയാക്കുകയല്ല. നിങ്ങൾ ആദ്യം ആ നോക്കി പറഞ്ഞല്ലോ, അതിന് തന്നെ നന്ദി. 10 പറഞ്ഞവർക്ക് അഭിനന്ദനം. അവരെല്ലാം ഞാൻ കാണുന്നില്ല. എന്റെ പ്രത്യേക ക്ലാപ്പ് അവർക്കെല്ലാം. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. പക്ഷേ ഒന്ന് ഓർത്തു നോക്കി, നമ്മൾ ഇത്രയും മിടുക്കരാ അല്ലേ? PhD വരെ എടുത്തവർ എന്നെ കേൾക്കുന്നുണ്ടാവും. ഡിഗ്രി കഴിഞ്ഞവരാണ് എല്ലാവരും, BD കഴിഞ്ഞവരാണ് അധികം പേരും. എന്നിട്ടും നമുക്ക് എഫ് എത്രയാന്ന് ചോദിച്ചിട്ട് തെറ്റിപ്പോയെങ്കിൽ 4, 5, 7, 8 ഒക്കെ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്നാ? നമ്മൾ എത്ര മിടുക്കരാണേലും മനുഷ്യരാ. ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ തെറ്റുപറ്റാം. മക്കളെ, ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ എത്ര മിടുക്കരാണെങ്കിലും ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്ന, ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം എടുക്കുമ്പോൾ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന തീരുമാനം കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനമാണ് ലൈഫ് പാർട്ട്ണറെ തെരഞ്ഞെടുക്കുന്നത്. അത് തെരഞ്ഞെടുക്കുമ്പം എനിക്ക് അവന്റെ തൊലി ഇഷ്ടപ്പെട്ടു, അവന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു, അവളുടെ കണ്ണ് ഇഷ്ടപ്പെട്ടു, മുടി കൊള്ളാം എന്ന് പറഞ്ഞ് ആരും അറിയാതെ പോയി വീഴല്ലേ. ആ ചതിയിൽ വീണാൽ നിങ്ങളുടെ ജീവിതം പോകും. മരമണ്ടത്തരമാണ്, വ്യഭിചാരത്തിന് ഈക്വലന്റ് ആണ്. അത്രയും പോലും മാലിന്യം, വേണ്ടാത്തത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു തിന്മയിലല്ല കുടുംബം എന്ന ഈ കൊട്ടാരത്തിന്റെ അടിത്തറ പാകേണ്ടത്, വിശുദ്ധിയിലാണ്. അതുകൊണ്ട് നോട്ടത്തിൽ പോലും ചിന്തയിൽ പോലും അശുദ്ധി വരാതെ സൂക്ഷിക്കാൻ ദൈവം നമ്മോട് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ പിണങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഹീലിംഗ് വേർഡ്സ് ആയിട്ട് ദൈവം തന്നിരിക്കുന്ന മനോഹരങ്ങളായ വാക്കുകളാണ്. ക്ഷമിക്കണമെന്നൊരു വാക്ക് പറയാൻ, ഐ എം സോറി എന്നൊന്ന് പറയാൻ, ഐ വാസ് റോങ്, എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ. അത് മക്കളോടാണെങ്കിലും പറയണം. പറയാൻ കഴിഞ്ഞാൽ നമ്മൾ വാക്ക് കൊടുത്തതുപോലെ മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ നീണ്ടു നിൽക്കുന്ന ഈ ജന്മം, ഈ ജീവിതം, ഇത്രയും സുന്ദരമായ ഒരു ജീവിതം ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നു. ഒരു പക്ഷേ ആളുകൾ നമ്മോട് പറയുന്നത് യു ഓൺലി ലിവ് വൺസ്, ഒരിക്കലേ ജീവിക്കൂ, അതുകൊണ്ട് എൻജോയ് ചെയ്തോ, അടിച്ച് പൊളിച്ചോ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ CT സ്റ്റഡ് പറഞ്ഞത് നിങ്ങളൊന്ന് ഓർത്തേക്കണം. വലിയൊരു ക്രിക്കറ്ററാണ്, നിങ്ങൾക്കറിയാം, വേൾഡ് ഫേമസ് ക്രിക്കറ്റർ. പക്ഷേ താൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി അറിഞ്ഞുമുട്ടി രക്ഷിക്കപ്പെട്ടതിന് ശേഷം താൻ ലോകത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഓൺലി വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്, വാട്ട് യു ഹവ് ഡൺ ഫോർ ക്രൈസ്റ്റ് വിൽ ലാസ്റ്റ്. ഒരേ ഒരു ജീവിതം. യോലോയും അതാ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഡൂ ഇറ്റ് എന്നല്ല CT സ്റ്റഡ് പറയുന്നത്. ഒരു ജീവിതമേ ഉള്ളൂ, അത് വേഗം കഴിഞ്ഞു പോകും. ഒരുപക്ഷെ കോവിഡ് കഴിയുന്നതിന് മുമ്പ് നമ്മൾ കഴിയും.
കഴിയട്ടെ, അതിലെനിക്ക് ഭാരമില്ല. പക്ഷെ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്തെങ്കിൽ അത് മാത്രം നിലനിൽക്കും. അങ്ങനെയാണെങ്കിൽ നിലനിൽക്കുന്ന സ്വർഗീയ ജീവിതത്തിന്റെ അംശികളായി മാറാൻ നമ്മുടെ കുടുംബ ബന്ധം ഒന്ന് ഊട്ടി ഉറപ്പിക്കാം. ക്ഷമിക്കണമെങ്കിൽ ഒന്ന് ക്ഷമിക്കാം, സോറി പറയണമെങ്കിൽ ഒരു സോറി പറയാം, ജീവിതത്തിൽ ഒരു മാറ്റം വേണമെങ്കിൽ ഒരു മാറ്റം വരുത്താം. അതിന് നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ, ആശീർവദിക്കാൻ സർവ്വവല്ലഭനായ ദൈവം ഇന്ന് നിങ്ങളുടെ മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വാസത്തിന്റെ കരങ്ങൾ നീട്ടിയായി യേശുവിനോട് പറയുമോ, യേശുവേ ഐ ലവ് യു. മറ്റാരോട് ഐ ലവ് യു പറയുന്നതിന് പകരം യേശുവിനോട് പറഞ്ഞാൽ എന്ത് നല്ലൊരു സഖി യേശു. കുഞ്ഞുങ്ങളെ കൂടെ വന്ന് പഠിക്കാൻ ജ്ഞാനം കുറവാണെങ്കിൽ, കഴിവ് കുറവാണെങ്കിൽ കഴിവ് തന്ന്, നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തന്ന്, ഹൃദയത്തിന്റെ ആഗ്രഹത്തെ പോലും മാനിക്കുന്ന ദൈവം, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാത് കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നന്മകളാൽ നിങ്ങളെ നിറയ്ക്കുന്ന ദൈവം, ആ ദൈവം നിങ്ങളുടെ ചാരെ നിന്ന് ചോദിക്കുകയാണ്, മോളെ, ഡു യു റിയലി ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അഗാപ്പെ സ്നേഹം തരാൻ എനിക്ക് മാത്രമേ കഴിയൂ. മറ്റ് സ്നേഹമെല്ലാം ഈറോട്ടിക് ലവാണ്, ഈറോസ് ആണ്. അതിനകത്ത് ഒരല്പം കാമമുണ്ട്, അത് തെറ്റല്ല കുടുംബജീവിതത്തിനകത്ത്. എന്നാൽ ആ കുടുംബജീവിതത്തിന് വെളിയിൽ, ഭാര്യാഭർത്തൃബന്ധത്തിന് വെളിയിൽ അത് പാപമാണ്, അത് ചെയ്യരുത്, അങ്ങനെ ഒരു അശുദ്ധി ഉണ്ടാകരുത് എന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് പറയാൻ കഴിയുമോ? കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഏതെങ്കിലും നല്ല ബുക്കുകൾ കിട്ടുമെങ്കിൽ വാങ്ങിക്കൊടുക്കണം. ഓൺലൈനിൽ വാങ്ങാനും ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ നമ്പറോ കോൺടാക്ട് ഡീറ്റെയിൽസോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൗൺസിലിങ്ങോ എന്ത് സഹായമെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാനുള്ള അനുവാദമുണ്ട്. ഞാനും എൻ്റെ പെർമിഷൻ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.